പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ബയോളജി കേട്ടോ സയൻസിലേക്ക് കടക്കുകയാണ്. ജീവശാസ്ത്രത്തിലെ 10ാം ക്ലാസ്സിലെ ബയോളജിയിലെ 1ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. ആകെ 9ാം ക്ലാസ്സിലെ ബയോളജിയിൽ 3 ചാപ്റ്റർ ആണ് പറയുന്നത്. ജീവൽ പ്രക്രിയകളിലേക്ക് ദഹനവും പോഷക സംവഹനവും ശ്വസനവും വിസർജനവും, ഈ 3 ലെസൺ ആണ് ബയോളജിയിൽ പറയുന്നത്. അതിൽ നമുക്കിന്ന് ജീവൽ പ്രക്രിയകളിലേക്ക് എന്ന ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യാം, കടക്കാം. അതേപോലെ തന്നെ ഈ 2 ലെസൺ ഉണ്ടല്ലോ, ദഹനം, പോഷകം, ശ്വസനം, വിസർജനം, ഇതിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാണ്ട് പഠിക്കാനായിട്ട് നല്ല രീതിയിലുണ്ട്. ഞാനിപ്പോ ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് ശരി ഇനി അടുത്ത പാരഗ്രാഫ് അതിലൊന്നുമില്ല, ഇനി അടുത്ത പാരഗ്രാഫ് അതിലൊന്നുമില്ല, അങ്ങനെയല്ല. ഇതിലെന്ന് പറയുമ്പോൾ ഇപ്പൊ 3 ലെസണേ ഉള്ളൂ. പക്ഷെ 3 ലെസൺ എന്തുണ്ട്, നന്നായിട്ട് അത്യാവശ്യം പഠിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ ഈ SCERT നല്ല രീതിയിൽ ഒരു പോയിന്റ് പോലും വിടാതെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ബയോളജിക്ക് എന്ത് ചെയ്യാം, ഫുൾ മാർക്കുകൾ സ്കോർ ചെയ്യാനായിട്ട് കഴിയും. പുതിയ SCERT അങ്ങനെ ഒരു ഗുണമുണ്ട്. ചാപ്റ്റേഴ്സ് കമ്മിയാണെങ്കിലും എല്ലാം അതിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പരമാവധി ഒരു ലെസണിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പരമാവധി പോയിന്റ് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് അങ്ങോട്ട് പഠിച്ചു മാറ്റാം കേട്ടോ. ഒറ്റ വരി പോലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഒഴിവാക്കിയിട്ടില്ല. പിന്നെ അതേപോലെ ലെസൺ അങ്ങനെ അങ്ങോട്ട് തരല്ല. ലെസണിൽ എവിടെയാണോ നമുക്ക് വരുന്ന പോയിന്റുകൾ ആ ഭാഗങ്ങൾ എടുത്ത് ഇങ്ങോട്ട് തരാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്താണ്, പഠനം എളുപ്പമാകാനാണ്. അല്ലാതെ നമ്മൾ ഓരോ ലെസൺ ഇരുന്ന് വായിച്ച് പോകുമ്പോൾ അത് നമുക്ക് ബോറടിക്കും. അതൊക്കെ സത്യം തന്നെയാണ്. അപ്പൊ നമുക്ക് പറയാനൊക്കെ പെട്ടെന്ന് കഴിയും, എന്താണ് നിങ്ങൾ വായിച്ചു പഠിക്കുക, അങ്ങനെ പഠിക്കുക. പക്ഷെ എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. നോക്കൂ, 1ാമത്തെ ലെസൺ ജീവൽ പ്രക്രിയകളിലേക്ക്. അപ്പൊ നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഇതുണ്ടോ, അവർ പഠിക്കാനുള്ളത് അടക്കം എന്താണ്, ഇതിന്റെ ഉള്ളില് അതായത് കണ്ടന്റ് എന്താണെന്ന് കൂടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫസ്റ്റ് തന്നെ തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് എന്താണ് മെറ്റബോളിസം പഠിക്കണം, എന്താണ് ആന്തര പരിസ്ഥിതിയും സമസ്ഥിതിയും കുറിച്ചിട്ട് പഠിക്കണം. അതുപോലെ പ്ലാസ്മ സ്തരവും പദാർത്ഥ വിനിമയവും, പിന്നെ പ്രകാശ സംശ്ലേഷണങ്ങളും പോഷകങ്ങളും അത് പഠിക്കാനുണ്ട്. അതുപോലെ സസ്യങ്ങളുടെ സേവനങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് സസ്യങ്ങളുടെ സംരക്ഷണം, ഇതൊക്കെ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഈ ലെസണിൽ പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ്, ഓരോന്ന് ഇനി ഫസ്റ്റ് തന്നെ നമ്മൾക്ക് പഠിക്കും, എന്താണ് മെറ്റബോളിസം പഠിക്കണം, എന്താണ് ആന്തര പരിസ്ഥിതി, എന്താണ് പ്ലാസ്മ സ്തര അതിന്റെ വിശേഷണങ്ങൾ, എന്താണ് പ്രകാശ സംശ്ലേഷണം, അതുമായിട്ടുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്, സസ്യങ്ങളെ എങ്ങനെയാണ് നമ്മൾ സേവിക്കേണ്ടത്, എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ലെസണിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വായിച്ചു പോകുകയല്ല, ടോപ്പിക് പോയിന്റുകൾ ഇങ്ങനെ എടുത്തെടുത്ത് തരുമ്പോൾ നിങ്ങൾ അത് എടുത്തെടുത്ത് എന്ത് ചെയ്യണം, പഠിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, മാർക്കുകൾ ഇങ്ങനെ ഓരോ മാർക്കാക്കിയിട്ട് മാറ്റണം കേട്ടോ. നമുക്ക് ഇതിൽ ഫസ്റ്റ് തന്നെ കേട്ടോ, ഫസ്റ്റ് എന്താണ് പേജിൽ തന്നെ പഠിക്കാനുണ്ട്. ഓരോന്നായിട്ട് പഠിച്ചോ കേട്ടോ. 1ാമത്തെ പോയിന്റ് പഠിച്ചോ, ഫസ്റ്റ് പഠിച്ചോ, ജനിതക എഞ്ചിനീയറിംഗിലൂടെ കേട്ടാ. ഏതാണ്, ജനിതക എഞ്ചിനീയറിംഗിലൂടെ ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയ. ഓക്കെ, അപ്പൊ ആദ്യം പഠിച്ചോ, ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയ ഏതാണ്, ഈ കോളി ബാക്ടീരിയ. അപ്പൊ ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയയുടെ പേര് പഠിച്ചോ, എന്താണ്, ഈ കോളി കേട്ടോ. ഈ കോളി ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയയുടെ പേരെന്താണ്, ഈ കോളി ബാക്ടീരിയ ആണ്. ആരാണ് വികസിപ്പിച്ചത്, കേംബ്രിഡ്ജ് ഗവേഷകരാണ് എന്ത് ചെയ്തത്, ഇത് വികസിപ്പിച്ചത്. എങ്ങനെ വികസിപ്പിച്ചു, ജനിതക എഞ്ചിനീയറിംഗിലൂടെ എന്ത് ചെയ്തു, വികസിപ്പിച്ചു. 3 പോയിന്റ് പഠിച്ചാ, 3 പോയിന്റ് പഠിച്ചു. ഇനി എന്താണ് ഈ കൃത്രിമ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്, സാവധാനത്തിലാണെങ്കിലും വളരുന്നതിനും വിഭജിക്കുന്നതിനും കൃത്രിമ ബാക്ടീരിയക്ക് കഴിയും. നോർമൽ ആയിട്ടുള്ള ബാക്ടീരിയക്ക് മാത്രമല്ല, കൃത്രിമ ബാക്ടീരിയക്കും എന്ത് ചെയ്യാം, അത് പക്ഷേ സാധാരണ ഉള്ള ബാക്ടീരിയ പോലെ പെട്ടെന്ന് വളരാനോ പെട്ടെന്ന് വിഭജിക്കാനോ കഴിയില്ല. പക്ഷെ കൃത്രിമ ബാക്ടീരിയ എന്ന് പറയുന്ന സമയത്ത് അത് സാവധാനത്തിലാണെങ്കിലും വളരുകയും ചെയ്യും, വിഭജിക്കുകയും ചെയ്യും. അപ്പൊ 4 പോയിന്റ് പഠിച്ചല്ലോ. അപ്പൊ എന്തൊക്കെയാണ് പഠിച്ചത്, ഇത്ര ഈ സ്ലൈഡിൽ ഇത്ര മാത്രമേ പഠിക്കാനുള്ളൂ കേട്ടോ. അപ്പൊ എങ്ങനെയാണ് ഈ കോളി ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയ പഠിച്ചത്, 1ാമത്തെ പോയിന്റ്, ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയ ഏതാണ്, ഈ കോളി. പഠിച്ചോ, ഈ കോളി എങ്ങനെ വികസിപ്പിച്ചു, ജനിതക എഞ്ചിനീയറിംഗിലൂടെ. എങ്ങനെയാണ്, ജനിതക എഞ്ചിനീയറിംഗിലൂടെ. ആര് വികസിപ്പിച്ചു, കേംബ്രിഡ്ജിലെ ഗവേഷകർ. എന്താണ്, കേംബ്രിഡ്ജിലെ ഗവേഷകർ. എന്താണ് ഈ കൃത്രിമ ബാക്ടീരിയയുടെ ഗുണം, എന്താണ് അതിന്റെ പ്രത്യേകത, സാവധാനത്തിലാണെങ്കിലും വളരുന്നതിനും
വിഭജിക്കുന്നതിനും കൃത്രിമ ബാക്ടീരിയക്ക് കഴിയും. പഠിച്ചല്ലോ. ഈ 4 പോയിന്റ് മാത്രമാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഇനി ഇതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ബയോമോളിക്യൂളുകൾ. എന്താണ് ബയോമോളിക്യൂളുകൾ? എന്താണ് ബയോമോളിക്യൂൾ? അടുത്തതിൽ 1 മാർക്കാണ് കേട്ടോ. അടുത്ത എക്സാമിന് 1 മാർക്കാണ്. ബയോമോളിക്യൂളുകൾ എന്താണ്? ബയോമോളിക്യൂൾ പറയുന്നത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ്. ഈ 4 എന്താണ്? ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ്. ഇവയാണ് എന്ന് പറയുന്നത് ബയോമോളിക്യൂളുകൾ എന്ന് പറയുന്നത്. അപ്പൊ നാളെ ഒരു എക്സാമിന് വരും. എങ്ങനെ? താഴെ തന്നിരിക്കുന്നതിൽ ബയോമോളിക്യൂളുകളിൽ ഉൾപ്പെടുന്നത് ഏത്, അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏത്? ചിലപ്പോൾ 4 തന്നിട്ട് ശരിയായിട്ടുള്ള ജോഡി തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ട് തരും. 4 ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് വേറെയൊക്കെ തരും. എന്നിട്ട് 4 ഇതും കറക്റ്റ് ആയിട്ട് തരും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ ബയോമോളിക്യൂളുകൾ പഠിച്ചോ. ബയോമോളിക്യൂളുകൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? ഒന്ന് കാർബോഹൈഡ്രേറ്റ്. എന്താണ്? കാർബോഹൈഡ്രേറ്റ്. ഒന്ന് എന്താണ്? പറഞ്ഞോ. നിങ്ങൾക്ക് എപ്പം പഠിച്ചുപോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. കാർബോഹൈഡ്രേറ്റ്. 2 എന്താണ്? പറയണ്ടോ? പ്രോട്ടീൻ. എന്താണ്? കാർബോഹൈഡ്രേറ്റ്. 2ാമത് പ്രോട്ടീന്. 3ാമത് എന്താണ്? ലിപ്പിഡ്. 4 ന്യൂക്ലിക് ആസിഡ്. എന്താണ്? ന്യൂക്ലിക് ആസിഡ്. ഈ 4 ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. ബയോമോളിക്യൂൾസ് എന്താണ്? ഈ 4 പ്രത്യേകത നമ്മുടെ ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ്. അല്ലെങ്കിൽ ചിലപ്പോ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ തരാം. ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ്? ബയോമോളിക്യൂളുകൾ. അങ്ങനെ വേറെ എന്തെങ്കിലും 3 ഓപ്ഷൻസ് തരും. അപ്പൊ എന്താണ്? ബയോമോളിക്യൂളുകളാണ്. ബയോമോളിക്യൂളുകൾക്ക് ഉദാഹരണം കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീന്, ന്യൂക്ലിക് ആസിഡ്. ഈ ഭാഗം ഒക്കെ ആയോ? അപ്പൊ ഫസ്റ്റ് സ്ലൈഡില് നമ്മൾ ഈ കോളി ബാക്ടീരിയയെ കുറിച്ച്, കൃത്രിമ ബാക്ടീരിയയെ കുറിച്ചിട്ട് വ്യക്തമായി പഠിച്ചോ. ഓക്കെ. ഫസ്റ്റത്തെ കൃത്രിമ ബാക്ടീരിയ പഠിച്ചു. 2ാമത് ബയോമോളിക്യൂളുകളെ കുറിച്ച് പഠിച്ചു. എന്താണ്? ബയോമോളിക്യൂളുകൾ എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ എന്താ പഠിക്കാൻ പോണത്? ഈ കാർബോഹൈഡ്രേറ്റ് വിഭാഗത്തിൽ ഏതൊക്കെ വരും? പ്രോട്ടീൻ വിഭാഗത്തിൽ ഏതൊക്കെ വരും? ലിപ്പിഡ് വിഭാഗത്തിൽ ഏതൊക്കെ വരും? ന്യൂക്ലിക് ആസിഡ് വിഭാഗത്തിൽ ഏതൊക്കെ വരും? നോക്കാലോ. ഇവിടെ ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ SCERT തന്നിട്ടുണ്ട് കേട്ടോ. ബയോമോളിക്യൂളുകൾ കണ്ടോ? 1 കാർബോഹൈഡ്രേറ്റ്, 2 ലിപ്പിഡ്, 3 പ്രോട്ടീൻ, 4 ന്യൂക്ലിക് ആസിഡ്. അതിൽ കാർബോഹൈഡ്രേറ്റ് വിഭാഗത്തിൽ വരുന്ന ഈ 5 ആൾക്കാരെ ഒന്ന് പഠിച്ചോ കേട്ടോ. 2, 3 ഓക്കെ, 5 ഉണ്ട് കേട്ടോ. 5 ഉണ്ട്. പഠിച്ചോ. 1 ഗ്ലൂക്കോസ്. ഏതാണ്? 1 ഗ്ലൂക്കോസ്, 2 ഫ്രക്ടോസ്, 3 സൂക്രോസ്, 4 സ്റ്റാർച്ച്, 5 സെല്ലുലോസ്. അപ്പൊ ഈ 5 കാർബോഹൈഡ്രേറ്റ് വിഭാഗത്തിൽ വരുന്ന ബയോമോളിക്യൂളുകൾ. കാർബോഹൈഡ്രേറ്റിൽ വരുന്ന ബയോമോളിക്യൂളുകൾ ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. ഒപ്പം പറഞ്ഞേ. വെറുതെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാതെ, അവിടെ ഇവിടെ നോക്കിയിട്ട് കേട്ടുകൊണ്ടിരിക്കാതെ ഇങ്ങനെ ഒന്ന് ഒപ്പം പറഞ്ഞു വന്നേ. കാർബോഹൈഡ്രേറ്റ് വിഭാഗത്തിൽ വരുന്നവയാ ബയോമോളിക്യൂളുകൾ. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. ഓക്കെ, പഠിച്ചു. ഇനി 2ാമത്തെ ബയോമോളിക്യൂളാണ് ലിപ്പിഡ്. ലിപ്പിഡിൽ ഏതൊക്കെ വരും? കൊഴുപ്പുകളും എണ്ണകളും. കൊഴുപ്പുകൾ, എണ്ണകൾ ലിപ്പിഡ് വിഭാഗത്തിൽ വരുന്ന ബയോമോളിക്യൂളുകൾ. ഇനി പ്രോട്ടീൻ വിഭാഗത്തിൽ വരുന്ന ബയോമോളിക്യൂളുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? എൻസൈമുകൾ, ഹോർമോണുകൾ, ആന്റിബോഡികൾ. പ്രോട്ടീനുകളിൽ വരുന്ന ബയോമോളിക്യൂളുകൾ ഏതൊക്കെയാണ്? എൻസൈമുകൾ, ഹോർമോണുകൾ, ആന്റിബോഡികൾ. പഠിച്ചേ. ഒപ്പം വാ. എൻസൈമുകൾ, ഹോർമോണുകൾ, ആന്റിബോഡികൾ. ഓക്കെ ആയോ? ഇനി ന്യൂക്ലിക് ആസിഡ് വിഭാഗത്തിൽ വരുന്ന ബയോമോളിക്യൂൾ DNA-യും RNA-യുമാണ്. ന്യൂക്ലിക് ആസിഡ് വിഭാഗത്തിൽ വരുന്ന ബയോമോളിക്യൂളിന് ഉദാഹരണമാണ് DNA-യും RNA-യും. നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ? നെക്സ്റ്റ് എക്സാമുകൾക്ക് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാമെന്ന് വരും. ഒന്നും കൂടി പറഞ്ഞാലോ.
ബയോമോളിക്യൂളുകൾ. എന്താണ് ബയോമോളിക്യൂളുകൾ? ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ് ബയോമോളിക്യൂളുകൾ. ബയോമോളിക്യൂളുകൾ 4 തരം: കാർബോഹൈഡ്രേറ്റും ലിപ്പിഡുകളും പ്രോട്ടീനുകളും ന്യൂക്ലിക് ആസിഡുകളും. ബയോമോളിക്യൂളുകളിൽ കാർബോഹൈഡ്രേറ്റ് വിഭാഗത്തിൽ വരുന്നവയാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സുക്രോസ്, സ്റ്റാർച്ച്, സെല്ലുലോസ്. ലിപ്പിഡ് വിഭാഗത്തിൽ വരുന്നവയാണ് കൊഴുപ്പുകളും എണ്ണകളും. പ്രോട്ടീൻ വിഭാഗത്തിൽ വരുന്നവയാണ് എൻസൈമുകൾ, ഹോർമോണുകൾ, ആന്റിബോഡികൾ. ന്യൂക്ലിക് ആസിഡ് വിഭാഗത്തിൽ വരുന്നവയാണ് DNA-യും RNA-യും. പഠിച്ചു. അപ്പൊ എന്താണ് ഈ ആദ്യത്തെ പഠിച്ചു? എന്താണ് കൃത്രിമ ബാക്ടീരിയ? പഠിച്ചു. എന്താണ് കൃത്രിമ ബാക്ടീരിയ? എന്തു പറഞ്ഞു? പറഞ്ഞേ, കൃത്രിമ ബാക്ടീരിയയെ കുറിച്ച് പറഞ്ഞേ. ആദ്യത്തെ കൃത്രിമ ബാക്ടീരിയ ഈ കോളി ബാക്ടീരിയ ജനിതക എഞ്ചിനീയറിംഗിലൂടെ വികസിപ്പിച്ചു. കേംബ്രിഡ്ജിലെ ഗവേഷകരാണ്. സാവധാനത്തിലാണെങ്കിലും വളരാനും വിഭജിക്കാനും കൃത്രിമ ബാക്ടീരിയയ്ക്ക് കഴിയും. രണ്ടാമത് പറഞ്ഞു, ബയോമോളിക്യൂളുകൾ ജീവന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളാണ് ബയോമോളിക്യൂളുകൾ എന്ന് പറയുന്നത്. ബയോമോളിക്യൂൾ വിഭാഗത്തിൽ വരുന്നവയാണ് കാർബോഹൈഡ്രേറ്റുകൾ, ലിപ്പിഡുകൾ, പ്രോട്ടീനുകൾ, ന്യൂക്ലിക് ആസിഡുകൾ. അങ്ങനെ കാർബോഹൈഡ്രേറ്റ് വിഭാഗത്തിൽ വരുന്ന ബയോമോളിക്യൂളുകൾ നോക്കി, ലിപ്പിഡ് വിഭാഗത്തിൽ വരുന്ന ബയോമോളിക്യൂളുകൾ നോക്കി, പ്രോട്ടീനുകൾ വിഭാഗത്തിൽ വരുന്ന ബയോമോളിക്യൂൾ നോക്കി, ന്യൂക്ലിക് ആസിഡുകൾ വരുന്ന ബയോമോളിക്യൂളുകൾ നോക്കി. ഓക്കെ, പഠിച്ചു. ക്ലാസ്സിൽ തന്നെ പഠിച്ചു പോകണം. സൺഡേ റിവിഷൻ. ഇനി ഇവിടെ നോക്കിക്കേ, ചലനം, പ്രതികരണം, ശ്വസനം, വളർച്ച, പ്രത്യുൽപാദനം തുടങ്ങിയ തുടങ്ങിയവയാണ് ജീവലക്ഷണങ്ങൾ. അല്ലെ, ഒരു വസ്തു ചലിക്കണ്ടേ? ചലിച്ചാലല്ലേ നമുക്ക് ജീവനുണ്ടെന്ന് പറയുള്ളൂ. നമുക്ക് പ്രതികരണശേഷി വേണ്ടേ? നമുക്ക് ശ്വസനം വേണ്ടേ? നമുക്ക് വളർച്ച വേണ്ടേ? പ്രത്യുൽപാദനം തുടങ്ങിയവയാണ് ജീവലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. ജീവന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം കോശമാണ്. അല്ലെ, കോശമാണ്. പഠിച്ചോളണം. ഇനി കോശങ്ങളിലാണ് ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ രാസപ്രവർത്തനങ്ങൾ മുഖ്യമായും നടക്കുന്നത്. അപ്പൊ ഈ പാരഗ്രാഫിലെ ഓരോ പോയിന്റും ഒന്ന് പഠിച്ചേ. ജീവന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ജീവലക്ഷണങ്ങള് പഠിച്ചോളൂ. ഒന്നാമത്തെ പഠിച്ചേ, ജീവന്റെ ലക്ഷണങ്ങൾ ഇത് മുഴുവൻ പഠിച്ചേ. ചലനം, പ്രതികരണം, ശ്വസനം, വളർച്ച, പ്രത്യുൽപാദനം തുടങ്ങിയവയാണ് ജീവലക്ഷണങ്ങൾ. പഠിച്ചോ? ഇനി എന്താണ് കോശം? എന്താണ് സെല്ല്? ജീവന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകം. ജീവന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം. ഇനി അടുത്ത പോയിന്റ് പഠിച്ചോ. കോശങ്ങളിലാണ് ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? കോശങ്ങളാണ് ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ രാസപ്രവർത്തനങ്ങൾ മുഖ്യമായും നടക്കുന്നത്. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. യെസ്, അല്ലേ? ശരിയാണ്. കോശങ്ങളിലാണ് ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ രാസപ്രവർത്തനങ്ങൾ മുഖ്യമായിട്ടും നടക്കുന്നത്. 3 പോയിന്റ് പഠിച്ചോ. കോശഘടനയ്ക്കും കോശങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കും നിരവധി തന്മാത്രകൾ ആവശ്യപ്പെടും. നമ്മൾ പറഞ്ഞു, കോശങ്ങളിലാണ് ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള രാസപ്രവർത്തനങ്ങളൊക്കെ നടക്കണമെങ്കിൽ കോശങ്ങളിൽ എന്ത് വേണം? കോശഘടനയ്ക്കും കോശങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ എന്ത് വേണം? നിരവധി മോളിക്യൂൾസ് ആവശ്യമാണ്. അല്ലെ, നിരവധി തന്മാത്രകൾ എന്ത് വേണം? ആവശ്യമാണ്. അപ്പൊ കോശങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട തന്മാത്രകൾ ഏതൊക്കെയാണ്? കാർബൺ വേണം, ഹൈഡ്രജൻ വേണം, ഓക്സിജൻ വേണം, നോട്ട് ചെയ്തോ, നൈട്രജൻ വേണം, ഫോസ്ഫറസ് വേണം, കാൽസ്യം എന്നിങ്ങനെയുള്ള മൂലകങ്ങള് പലതരത്തിൽ കൂടിച്ചേർന്നിട്ടാണ് ഈ തന്മാത്രകളെല്ലാം എന്ത് ചെയ്യുന്നത്? രൂപം കൊള്ളുന്നത്. ഏത് തന്മാത്രകളെല്ലാം? കോശങ്ങളില് ജീവന്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള രാസപ്രവർത്തനങ്ങൾ മുഖ്യമായിട്ടും നടക്കണമെങ്കിൽ കോശഘടനയ്ക്കും കോശങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾക്കും എന്ത് വേണം? നിരവധി തന്മാത്രകൾ ആവശ്യമാണ്. ഈ നിരവധി തന്മാത്രകൾ ആവശ്യമാകണമെങ്കിൽ ഏതെല്ലാം മൂലകങ്ങളുടെ സാന്നിധ്യം വേണം? കാർബണിന്റെയും ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും നൈട്രജന്റെയും ഫോസ്ഫറസിന്റെയും കാൽസ്യത്തിന്റെയും എന്ത് ചെയ്യണം? മൂലകങ്ങൾ കൂടിച്ചേർന്നാൽ മാത്രമേ ഇത്തരം തന്മാത്രകൾ എവിടെ കാണാൻ പറ്റുള്ളൂ? കോശങ്ങളിൽ കാണാൻ കഴിയുകയുള്ളൂ. എങ്കിൽ ഈ തന്മാത്രകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് കോശങ്ങളിൽ എന്ത് ചെയ്യുന്നത്? രാസപ്രവർത്തനങ്ങൾ മുഖ്യമായിട്ടും നടക്കുന്നത്. പഠിച്ചോ? ഒന്നുകൂടി പറഞ്ഞു തരട്ടെ. 17 മിനിറ്റായി. ഇപ്പൊ തന്നെ 17 മിനിറ്റായി, എവിടെ എത്തിയിട്ടില്ല. ഓക്കെ, അപ്പൊ എന്താണ് ജീവലക്ഷണങ്ങൾ? ചലനം,
പ്രതികരണം, ശ്വസനം, വളർച്ച, പ്രത്യുൽപാദനം തുടങ്ങിയവയാണ് ജീവലക്ഷണങ്ങൾ. എന്താണ് കോശം? ജീവന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് കോശം. പഠിച്ചു. ഇനി എങ്ങനെയാണ് കോശങ്ങളിലെ പ്രവർത്തനം നടക്കുന്നത്? കോശങ്ങളിൽ ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ രാസപ്രവർത്തനങ്ങൾ മുഖ്യമായിട്ടും എവിടെയാണ് നടക്കുന്നത്? കോശങ്ങളിലാണ്. കോശങ്ങളിൽ ഇങ്ങനെ നടക്കണമെങ്കിൽ എന്ത് വേണം? തന്മാത്രകൾ ആവശ്യമാണ്. ഈ തന്മാത്രകൾ ആവശ്യമാകണമെങ്കിൽ ഏതെല്ലാം മൂലകങ്ങളുടെ സാന്നിധ്യം വേണം? കാർബന്റെയും ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും നൈട്രജന്റെയും ഫോസ്ഫറസിന്റെയും കാൽസ്യത്തിന്റെയും മൂലകങ്ങൾ പലതരത്തിൽ കൂടിച്ചേർന്നാൽ മാത്രമാണ് കോശങ്ങളിൽ എന്ത് കാണാൻ കഴിയുള്ളൂ? തന്മാത്രകൾ കാണാൻ കഴിയുള്ളൂ. എങ്കിൽ ഈ തന്മാത്രകൾ മൂലമായിരിക്കും എന്ത് നടക്കുക? കോശങ്ങളിൽ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള രാസപ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ. നമ്മൾ പറഞ്ഞു നേരത്തെ ബയോമോളിക്യൂളുകൾ അല്ലെ, 4 തരം ബയോമോളിക്യൂളുകൾ പറഞ്ഞു. അതിന്റെ സബ് ഡിവിഷൻസ് നമ്മൾ പഠിച്ചു. നോക്കിക്കേ, ഇനി നമ്മൾ ഇതിൽ പഠിക്കുന്നത് മെറ്റാബോളിസത്തെ കുറിച്ചിട്ടാണ്. എന്താണ് മെറ്റാബോളിസം? നോക്കൂ, ബയോമോളിക്യൂളുകളും മറ്റനവധി രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ജീവലക്ഷണങ്ങളെല്ലാം പ്രകടമാകുന്നത്. ജീവലക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞു, ചലനം, പ്രതികരണം അല്ലെ. നമ്മൾ കുറെ എന്ത് പറഞ്ഞു? ജീവലക്ഷണങ്ങൾക്ക് ഉദാഹരണങ്ങൾ പഠിച്ചു. ആ ജീവലക്ഷണങ്ങളെല്ലാം പ്രകടമാകുന്നത് എങ്ങനെയാണ്? ബയോമോളിക്യൂളുകൾ അല്ലെ. കാർബോഹൈഡ്രേറ്റ്, ന്യൂക്ലിക് ആസിഡുകള്, ലിപ്പിഡുകള്, പ്രോട്ടീനുകള്, ഇതല്ലേ നമ്മൾ ബയോമോളിക്യൂളുകൾ പഠിച്ചത്. ആ ബയോമോളിക്യൂളുകളും മറ്റനവധി രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുകയുള്ളൂ? ജീവലക്ഷണങ്ങളെല്ലാം പ്രകടമാകുകയുള്ളൂ. അങ്ങനെ ഒരു ജീവിയിൽ നടക്കുന്ന അത്തരം രാസപ്രവർത്തനങ്ങളെ ഒന്നാകെ പറയുന്ന പേരാണ് എന്ത്? മെറ്റബോളിസം എന്ന് പറയുന്നത്. അപ്പൊ മെറ്റബോളിസം എന്ന് പറയുന്നത് ബയോമോളിക്യൂളുകളും നിരവധി രാസഘടകങ്ങളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് ജീവന്റെ ലക്ഷണങ്ങൾ പ്രകടമാകുക. ജീവലക്ഷണങ്ങൾ പ്രകടമാകുന്നത് നമ്മൾ ഉദാഹരണങ്ങൾ പഠിച്ചു. അങ്ങനെ ഇതിനെ എല്ലാം ഒന്നായിട്ട് പറയുന്ന ഒറ്റ പേരാണ് എന്ത് പറയുന്നത്? മെറ്റബോളിസം എന്ന് പറയുന്നത്. മെറ്റബോളിസം 2 തരം. മെറ്റബോളിസം 2 തരമുണ്ട്. ഒന്ന് ഏതാണ്? അനാബോളിസവും 2 കറ്റാബോളിസവും. എന്താണ്? ഒന്ന് മെറ്റാബോളിസം എത്ര തരം? 2 തരം. ഒന്ന് അനാബോളിസം, 2 കറ്റാബോളിസം. എന്താണ് അനാബോളിസം? തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്നവ. അനാബോളിസം എന്ത് ചെയ്യും? തന്മാത്രകളെ കൂട്ടിച്ചേർക്കും. കറ്റാബോളിസം തന്മാത്രകളെ വിഘടിപ്പിക്കും. തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്നത് ആരാണ്? അനാബോളിസമാണ്. എങ്കിൽ തന്മാത്രകളെ വിഘടിപ്പിക്കുന്നത് ആരാണ്? കറ്റാബോളിസമാണ്. കറ്റാബോളിസം പഠിച്ചോളണ്ട. 2 തരം മെറ്റാബോളിസം, അനാബോളിസം, കറ്റാബോളിസം. ഇനി നോക്കിക്കേ, നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏകദേശം എത്ര കോശങ്ങളുണ്ട്? 37 ട്രില്യൺ കോശങ്ങൾ കേട്ടോ. 37 ട്രില്യൺ കോശങ്ങളുണ്ട്. ഓരോ കോശത്തിലും ഓരോ സെക്കൻഡിലും 100 കോടി രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഓരോ സെക്കൻഡിൽ, വിത്തിൻ സെക്കൻഡില് ഓരോ സെൽസിലും. ഇപ്പൊ 37 ട്രില്യൺ കോശങ്ങളില് ഒരു സെല്ല് തന്നെ ഓരോ സെക്കൻഡിലും 100 കോടി രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് കണക്ക്. അങ്ങനെയെങ്കിൽ ഒരു സെക്കൻഡിൽ ശരീരകോശങ്ങൾ മൊത്തം ഈ 37 ട്രില്യൺ കോശങ്ങളിലാകെ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ എത്രയായിരിക്കും? അത് കണക്കാക്കാനാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ മനുഷ്യ ശരീരത്തിൽ ഏകദേശം എത്ര കോശങ്ങൾ മനസ്സിലാക്കുക? 37 ട്രില്യൺ കോശങ്ങൾ എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമ്മളിവിടെ മെറ്റാബോളിസത്തെ കുറിച്ച് പഠിച്ചു അല്ലെ. ഇവിടെ മെറ്റാബോളിസം പഠിച്ചു. അപ്പൊ നമ്മളിവിടെ ഇത്ര നേരം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? എന്താണ് കൃത്രിമ ബാക്ടീരിയ പഠിച്ചു, എന്താണ് ബയോമോളിക്യൂളുകൾ പഠിച്ചു, എന്താണ് മെറ്റബോളിസം പഠിച്ചു, എങ്ങനെയാണ് കോശങ്ങളിലെ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് പറഞ്ഞു, എന്തൊക്കെയാണ് ജീവലക്ഷണങ്ങൾ എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. ഇനി ഒന്ന് ഫില്ല് ചെയ്താൽ നോക്കിക്കേ. മെറ്റാബോളിസം ഇതൊന്ന് എങ്ങനെ ഫില്ല് ചെയ്യാൻ കഴിയുന്നുണ്ടോ നോക്കൂ. ഒന്ന് നോക്കിക്കേ. ഈ ഭാഗങ്ങളൊന്ന് ഫില്ല് ചെയ്തേ. അനാബോളിസം. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കണം? കറ്റാബോളിസം കൊടുക്കണം അല്ലെ. ഇവിടെ കറ്റാബോളിസം. ഇവിടെ എന്ത് ചെയ്യുന്നു? തന്മാത്രകളെ എന്ത് ചെയ്യുന്നു? അനാബോളിസം തന്മാത്രകളെ കൂട്ടിച്ചേർക്കുന്നു. ഇവിടെ കറ്റാബോളിസം എന്ത് ചെയ്യാ? പ്രോട്ടീനും വിഘടനം അല്ലെ. ഇവിടെ വിഘടനമാണ് ഇവിടെ നടക്കുന്നത്. ഇനി അനാബോളിസത്തിലാണ് കാർബൺ ഡൈ ഓക്സൈഡും CO2വും അതുപോലെ ജലവും ഉപയോഗിച്ച് എന്ത് ചെയ്യാണ്? സസ്യങ്ങള് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത്. സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന മെറ്റാബോളിസത്തിന്റെ ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ
അനാബോളിസത്തിലാണ്. അനാബോളിസത്തിലാണ് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ചിട്ട് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നത്? ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത്. കാറ്റാബോളിസത്തിലാണ് പ്രോട്ടീൻ വിഘടിച്ചിട്ട് എന്താകും? അവിടെ അമിനോ ആസിഡുകളായിട്ട് മാറുന്നത്. പ്രോട്ടീൻ വിഘടിച്ചിട്ട് അമിനോ ആസിഡുകളായിട്ട് മാറുന്നത്. അപ്പൊ ഇത് ഈ ചാർട്ട് നന്നായിട്ട് പഠിക്കണം. ചാർട്ട് നന്നായിട്ട് പഠിച്ചു. ഇനി ഈ മെറ്റാബോളിസത്തെ നിയന്ത്രിക്കാനും സഹായിക്കാനും ഒക്കെ എന്ത് വേണം? എൻസൈമുകളും ഹോർമോണുകളും എന്നീ ബയോമോളിക്യൂളുകളും എൻസൈമുകളും ഹോർമോണുകൾ എന്നീ ബയോമോളിക്യൂളുകളും കോശത്തിനുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്? നിർമ്മിക്കപ്പെടുന്നുണ്ട്. അപ്പൊ മെറ്റാബോളിസത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? എൻസൈമുകളും ഹോർമോണുകളും എന്നിങ്ങനെയുള്ള ബയോമോളിക്യൂളുകൾ കോശത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യും? നിർമ്മിക്കപ്പെടുന്നുണ്ട്. അപ്പൊ ഇനി എന്താണ് എൻസൈം, എന്താണ് ഹോർമോൺ? നമുക്ക് പഠിക്കണ്ടേ? എന്താണ് എൻസൈം, എന്താണ് ഹോർമോൺ? നോക്കൂ, ഇതാണ് എൻസൈം കേട്ടോ. ഇത് എൻസൈം, ഇത് എൻസൈം, ഇത് ഹോർമോണ്, ഇത് ഹോർമോണ്. രണ്ട് പാരഗ്രാഫും നന്നായിട്ട് പഠിക്കണം. ഫസ്റ്റ് നമുക്ക് എൻസൈമുകൾ എന്താന്ന് നോക്കാം. ജീവികളിൽ ഓരോ നിമിഷവും നടക്കുന്ന അസംഖ്യ രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളാണ് എൻസൈമുകൾ എന്ന് പറയുന്നത്. ജീവികളില് ഓരോ നിമിഷവും നടക്കുന്ന അസംഖ്യം രാസപ്രവർത്തനങ്ങൾ ഉണ്ടാകും അല്ലേ? അങ്ങനെ അതിന്റെ അസംഖ്യം രാസപ്രവർത്തനം, അപ്പൊ അതിന്റെ എന്ത് വേണം? വേഗത വർദ്ധിപ്പിക്കണം. എന്താണ് പറയുന്നത്? വേഗത. ശ്രദ്ധിക്കാട്ടോ, വേഗത. ഇവിടെ വേഗത ഇന്നോട്ട് ചെയ്യണം. വേഗത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തന്മാത്രകളാണ് എൻസൈമുകള്. മിക്ക എൻസൈമുകളും എന്താണ്? പ്രോട്ടീനുകളാണ്. വരും, ക്വസ്റ്റ്യൻ വരും കേട്ടോ. ചിലപ്പോ ചോദിക്കും മിക്ക എൻസൈമുകളും പ്രോട്ടീനുകളല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ശരിയാണ് ഇതും അല്ല അല്ലെ. മിക്ക എൻസൈമുകളും എന്താണ്? പ്രോട്ടീനുകളാണ്. എന്തൊക്കെയാണ് എൻസൈമുകൾക്ക് ഉദാഹരണം? ഉമിനീരിലെ സലൈവറി അമിലേസ്. പഠിച്ചേ? ഉമിനീരില് നിങ്ങളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ അവിടെ. അപ്പൊ നിങ്ങൾ വായിൽ ഉമിനീര് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായില്ലേ? ആ ഉമിനീരിനെ നിങ്ങളൊന്ന് കണക്ട് ചെയ്തേ. അതൊരു എൻസൈം ആണ്. ഒന്ന് വായിൽ ഒന്ന് നോക്കിക്കേ. നിങ്ങളുടെ വായിൽ എന്താണ്? ഉമിനീരില്ലേ? ആ ഉമിനീരിലെ കാണുന്ന എൻസൈം നോക്കൂ. സലൈവറി അമിലേസ് ആണ്. എന്താണ്? സലൈവറി അമിലേസ്. നിങ്ങൾ സ്ട്രെയിൻ എടുത്തിട്ട് പഠിക്കുമ്പോൾ നമ്മുടെ വയറെടുക്കാൻ നമുക്ക് അറിയില്ലേ? നമ്മുടെ എക്സ്പ്രഷൻ ഉണ്ടാവൂല്ലേ? നമ്മുടെ ആമാശയം എടുത്തേ. ആമാശയ രസത്തിൽ എന്താണ്? പെപ്സിൻ എന്ന എൻസൈം ആണ്. പെപ്സിൻ. അപ്പൊ ഉമിനീരിൽ ഏതാ എൻസൈം ആണ്? സലൈവറി അമിലേസ് ആണ്. ആമാശയത്തിലോ? പെപ്സിൻ എന്ന എൻസൈമും. അപ്പൊ എന്താണ് പെപ്സിൻ പഠിച്ചു. ഇനി നമുക്ക് എന്താണ് ഹോർമോൺ എന്ന് പഠിക്കണ്ടേ? ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസതന്മാത്രകളാണ്. എന്താണ്? രാസതന്മാത്രകളാണ് ഹോർമോണുകൾ എന്ന് പറയുന്നത്. ഈ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ഗ്രന്ഥിയാണ്? എൻഡോക്രൈൻ ഗ്രന്ഥികളാണ്. ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ്? എൻഡോക്രൈൻ ഗ്രന്ഥികളാണ്. ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നിവ ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ്. ഒരു വരിയും വിടരുത് കേട്ടോ. ഒരു വരിയും വിടരുത്. എല്ലാ വരിയിലും ഉണ്ട് ക്വസ്റ്റ്യൻസ്, ആൻസർ പഠിച്ചിരിക്കണം. ഒന്നുകൂടി പഠിച്ചാലോ? എന്താണ് എൻസൈം? ജീവികളിൽ ഓരോ നിമിഷവും നടക്കുന്ന അസംഖ്യം രാസപ്രവർത്തനങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാനാണ് ഇത് എൻസൈം. എൻസൈമിന് മിക്ക എൻസൈമുകളും എന്താണ്? അതൊരു പ്രോട്ടീനുകളാണ്. എൻസൈമുകൾക്ക് ഉദാഹരണം വായെടുത്തു. വായ ഉമിനീര് നോക്കിക്കേ. സലൈവറി അമിലേസ്. നമ്മുടെ ആമാശയത്തിലെ പെപ്സിൻ എന്ന എൻസൈം. ഇനി എന്താണ്? ഹോർമോണ്. ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന രാസതന്മാത്രകളാണ്. ഹോർമോണുകള്. ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി എൻഡോക്രൈൻ ഗ്രന്ഥി. ഏതാണ്? എൻഡോക്രൈൻ ഗ്ലാൻസ് ആണ്. ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? ടെസ്റ്റോസ്റ്റിറോൺ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്നിവ ഏതാണ്? ലൈംഗിക അവയവങ്ങളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ഇനി ഇവിടെ ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് പദാർത്ഥങ്ങൾ കോശത്തിനുള്ളിൽ എത്തുന്നത് എങ്ങനെ? അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് പദാർത്ഥങ്ങള് കോശത്തിനുള്ളില് എങ്ങനെ എത്തുന്നു? നോക്കൂ, അമീബയില് അതുപോലെ ജന്തുക്കള് നമുക്ക് നോക്കാം. അമീബ കണ്ടോ? ബാഹ്യ പരിസരം. ഏകകോശ ജീവികളിൽ ബാഹ്യ പരിസരത്തു നിന്നും പദാർത്ഥങ്ങൾ കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. കണ്ടോ? എങ്ങനെയാണ്? ഏകകോശ ജീവികളിൽ കണ്ടോ? അമീബയില് കണ്ടോ? അമീബയില് ഏകകോശ ജീവികളില്ലേ?
ഏകകോശ ജീവികൾക്ക് ഉദാഹരണമല്ലേ അമീബ. അതിലെങ്ങനെയാണ് ഏകകോശ ജീവികളിൽ ബാഹ്യ പരിസരത്തിൽ നിന്നും പദാർത്ഥങ്ങൾ കോശസ്തരത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, കോശദ്രവ്യത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇനി ജന്തുക്കള് കണ്ടോ, ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും സ്വീകരിക്കുന്ന പദാർത്ഥങ്ങൾ ചില മാറ്റങ്ങൾക്ക് വിധേയമായി കോശങ്ങൾക്കിടയിലെ ദ്രവത്തിലേക്ക് എത്തുന്നു. അവിടെ നിന്നും കോശസ്തരത്തിലൂടെ കോശദ്രവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. എങ്ങനെയാണ് ജന്തുക്കളിൽ എന്നുള്ളത് നോക്കി. ഇനി സസ്യങ്ങളില് ബാഹ്യപരിസ്ഥിതിയിൽ നിന്ന് പദാർത്ഥങ്ങൾ വിവിധ മാർഗങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, കോശദ്രവ്യത്തിലേക്ക് എത്തുന്നത്. എങ്ങനെയൊക്കെയാണ് സസ്യങ്ങളില്? കോശഭിത്തിയിലൂടെ. എങ്ങനെയാണ്? കോശഭിത്തിയിലൂടെ. പിന്നെ കോശങ്ങൾക്കിടയിലെ സ്ഥലത്തിലൂടെ. 2, തൊട്ടടുത്ത കോശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അവിടെ ഈ വാക്ക് ശ്രദ്ധിച്ചോ, പ്ലാസ്മോഡെസ്മേറ്റ എന്ന കോശദ്രവ്യ പാതകളിലൂടെ. തൊട്ടടുത്ത കോശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഏതാണ്? പ്ലാസ്മോഡെസ്മേറ്റ എന്ന കോശദ്രവ്യ പാതകളിലൂടെയും, അല്ലെങ്കിൽ ഒരു കോശത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്ലാസ്മ സ്തരത്തിലൂടെയും. ഒരു കോശത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് പ്ലാസ്മ സ്തരത്തിലൂടെയും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ബാഹ്യ പരിസ്ഥിതിയിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, പദാർത്ഥങ്ങള് കോശദ്രവ്യത്തിലേക്ക് എത്തുന്നത്. ഏതില്? സസ്യങ്ങളില്. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു വാക്ക് ശ്രദ്ധിക്കുക. ജന്തുക്കളിൽ കോശങ്ങൾക്കിടയിലെ സ്ഥലത്ത് കാണപ്പെടുന്ന ദ്രവം ഏതാണ്? ഈ എക്സ്ട്രാ സെല്ലുലാർ ദ്രവം ട്ടോ. ചോദ്യങ്ങൾ വരും. ജന്തുക്കളിലാണ് കേട്ടോ. ജന്തുക്കളില് കോശങ്ങൾക്കിടയിലെ സ്ഥലത്ത് കാണപ്പെടുന്ന ദ്രവം ഏതാണ്? എക്സ്ട്രാ സെല്ലുലാർ ദ്രവം. എന്താണ്? ആന്തര പരിസ്ഥിതിയുമായിട്ട് വർത്തിക്കുന്നു. ജന്തുക്കളിൽ കാണപ്പെടുന്ന എക്സ്ട്രാ സെല്ലുലാർ ദ്രവം ഏതുമായിട്ടാണ് വർത്തിക്കുന്നത്? ആന്തര പരിസ്ഥിതിയുമായിട്ട് വർത്തിക്കുന്നു. സസ്യങ്ങളിലെ ആന്തര പരിസ്ഥിതിയിൽ കോശഭിത്തിയും അതിലെ ഘടകങ്ങളും കോശങ്ങൾക്കിടയിലെ ദ്രവവും വായു അറകളും ഉൾപ്പെട്ടിരിക്കുന്നു. സസ്യങ്ങളിൽ എങ്ങനെയാണ് ആന്തര പരിസ്ഥിതിയില്? കോശഭിത്തിയും. എന്താണ്? കോശഭിത്തിയും. കോശഭിത്തി കാണപ്പെടുന്ന ഏതിലാണ്? സസ്യങ്ങളിലാണ്. അതേപോലെ അതിലെ ഘടകങ്ങളും കോശങ്ങൾക്കിടയിലെ ദ്രവവും വായു അറകളും ഉൾപ്പെട്ടിരിക്കുന്നു. ആന്തര പരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായി നിലനിർത്തുന്നതിനെ പറയുന്നതാണ് സമസ്ഥിതി പാലനം എന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പൊ നമ്മൾ പറഞ്ഞു, ജന്തുക്കളിലും സസ്യങ്ങളിലും ഉള്ള കാര്യങ്ങൾ പറഞ്ഞു അല്ലെ, ആന്തര പരിസ്ഥിതിയെ കുറിച്ചിട്ട് പറഞ്ഞു. ഈ ആന്തര പരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായിട്ട് നിലനിർത്തുന്നതിനെ പറയുന്ന പേരാണ് സമസ്ഥിതി പാലനം എന്ന് പറയുന്നത്. ഹോമോസ്റ്റാറ്റിസിസ് എന്ന് പറയുന്നത്. മെറ്റബോളിസം സുഗമമായി നടക്കുന്നതിന് ആന്തര സമസ്ഥിതി നിലനിർത്തപ്പെടേണ്ടതുണ്ട്. ആന്തര പരിസ്ഥിതിയുടെ രാസഘടന തകിടം മറിഞ്ഞാൽ ജീവന് ഭീഷണിയാകും. അപ്പൊ ഇതില് നമ്മള് ഈ പാരഗ്രാഫിൽ എന്താ പഠിക്കുന്നത്? ആന്തര പരിസ്ഥിതിയും അതേപോലെ സമസ്ഥിതി പാലനവും. ആന്തര പരിസ്ഥിതിയും സമസ്ഥിതി പാലനത്തെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. എന്താണ് ആന്തര പരിസ്ഥിതി? ജന്തുക്കളിൽ എങ്ങനെയാണ്? കോശങ്ങൾക്കിടയിലെ ജന്തുക്കളില് കോശങ്ങൾക്കിടയിലെ സ്ഥലത്ത് കാണപ്പെടുന്ന ദ്രവം ഏതാണ്? എക്സ്ട്രാ സെല്ലുലാർ ദ്രവമാണ് അല്ലെ. അതെന്ത് ചെയ്യുന്നുണ്ട്? ആന്തര പരിസ്ഥിതിയുമായിട്ട് വർത്തിക്കുന്നുണ്ട്. ഇനി സസ്യങ്ങളിലാണെങ്കിൽ ആന്തര പരിസ്ഥിതിയിൽ കോശഭിത്തിയും അതിലെ ഘടകങ്ങളും കോശങ്ങൾക്കിടയിലെ ദ്രവവും വായു അറകളും ഒക്കെ എന്ത് ചെയ്യുന്നു? ഉൾപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആന്തര പരിസ്ഥിതിയുടെ ഘടന സ്ഥിരമായിട്ട് നിലനിർത്തുന്നതിനെ പറയുന്ന പേരാണിത് സമസ്ഥിതി പാലനം എന്ന് പറയുന്നത്. ഇനി ഈ ആന്തര പരിസ്ഥിതി എന്ന് പറയുന്നതിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടന്റ് കാരണം മെറ്റബോളിസം അല്ലെ. നമ്മൾ 2 തരത്തിലുള്ള മെറ്റബോളിസം ഒക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെ ആ മെറ്റബോളിസം സുഗമമായി നടക്കുന്നതിന് എന്ത് ചെയ്യണം? ഈ ആന്തര സമസ്ഥിതി എന്ത് ചെയ്യുന്നുണ്ട്? നിലനിർത്തപ്പെടേണ്ടത്. ഇനി ഇതിൽ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ എന്താകും? ജീവന് ഭീഷണിയാകും. ഇനി ഇവിടെ നോക്കൂ, പദാർത്ഥ വിനിമയം കോശസ്തരത്തിലൂടെ. കണ്ടോ, ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ആന്തര പരിസ്ഥിതിയും അതുപോലെ കോശസ്തരം, കോശദ്രവ്യം, എങ്ങനെയാണ് ആന്തര പരിസ്ഥിതി നടക്കുന്നത് എന്നുള്ളത്. ഇനി നമുക്ക് ഇനി ഇവിടെ പഠിക്കാനുള്ളത് പ്ലാസ്മ സ്തരത്തെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് മുഴുവൻ
പഠിക്കണം കേട്ടോ. പ്ലാസ്മ സ്തരം എന്താണ്? പ്ലാസ്മ സ്തരം. വ്യക്തമായിട്ട് കുറച്ച് പോയിന്റുകൾ ഉണ്ട്, അതെന്ത് ചെയ്യുക, നന്നായിട്ട് പ്ലാസ്മ സ്തരത്തെ കുറിച്ചിട്ട് പഠിക്കാം. ഫസ്റ്റ് ഒന്നാമത്തെ പോയിന്റ് പഠിച്ചോ, പ്ലാസ്മ സ്തരം കേട്ടോ. നിങ്ങൾ നോട്ട് ചെയ്തുകയാണെങ്കിൽ പ്ലാസ്മ സ്തരം എന്നൊരു ഹെഡിങ് കൊടുക്കുക. അതിൽ ഒന്നാമത്തെ പോയിന്റ് എഴുതുക, കോശസ്തരം പ്ലാസ്മ സ്തരം എന്നറിയപ്പെടുന്നു. എന്താണ്? കോശസ്തരം എന്നറിയപ്പെടുന്നു, പ്ലാസ്മ സ്തരം എന്ന് അറിയപ്പെടുന്നു. അപ്പൊ പ്ലാസ്മ സ്തരം എന്നത് എന്താണ്? കോശസ്തരമാണ്. കോശസ്തരം എന്നറിയപ്പെടുന്നത് പ്ലാസ്മ സ്തരമാണ്. 2, പ്ലാസ്മ സ്തരത്തിലൂടെ ചില തന്മാത്രകൾക്ക് മാത്രമേ കടന്നു പോകാനാകൂ. എങ്ങനെയാണ്? പ്ലാസ്മ സ്തരത്തിലൂടെ ചില തന്മാത്രകൾക്ക് മാത്രമേ കടന്നു പോകാനാകൂ. മൂന്നാമത്തെ പോയിന്റ് നോക്കൂ, ജലം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായവയ്ക്ക് ഇതിലൂടെ അനായാസം കടന്നു പോകാനാകും. പ്ലാസ്മ സ്തരത്തിലൂടെ ജലത്തിനും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ എന്ത് ചെയ്യും? അനായാസം കടന്നു പോകും. എന്നാൽ ചില പദാർത്ഥങ്ങൾക്ക്, ഇവിടെ നോക്കിക്കേ, ചില പദാർത്ഥങ്ങൾക്കും അയോണുകൾക്കും പ്ലാസ്മ സ്തരത്തിലെ പ്രത്യേകതരം ചാനലുകളിലൂടെയോ സുഷിരങ്ങളിലൂടെയോ മാത്രമേ കടക്കാനാകൂ. കോശത്തിനകത്തേക്കും പുറത്തേക്കും നിരന്തരം തന്മാത്രകൾ കടന്നു പോകുന്നുണ്ട്. കോശത്തിനകത്തേക്കും പുറത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്? നിരന്തരം തന്മാത്രകൾ കടന്നു പോകുന്നുണ്ട്. അതുപോലെ പ്ലാസ്മ സ്തരത്തിലൂടെ ജലതന്മാത്രകൾ കടന്നു പോകുന്നത് എങ്ങനെയെന്ന് മനസ്സിലായി. എങ്ങനെയാണ് ജലതന്മാത്രകൾ കടന്നു പോകുന്നത്? അനായാസം കടന്നു പോകും ഇല്ലേ? ഏതൊക്കെ? ജലവും ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും. അതുപോലെ ഈ പ്ലാസ്മ സ്തരത്തെ മറ്റൊരു പേരാണ് ഭരണധാര്യ സ്ഥലം അല്ലെങ്കിൽ സെലക്ടിവിറ്റി എന്താണ് പെർമിയബിൾ മെമ്പറൈൻ എന്ന് അറിയപ്പെടുന്നു. പ്ലാസ്മ സ്തരത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഭരണധാര്യ സ്ഥലം എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ ഈ പ്ലാസ്മ സ്തരത്തെ കുറിച്ചിട്ട് പഠിക്കുന്ന സമയത്ത് ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ പോയിന്റ് പഠിക്കുക, കോശസ്തരം എന്നറിയപ്പെടുന്നത് പ്ലാസ്മ സ്തരമാണ്. പഠിച്ചു. പ്ലാസ്മ സ്തരത്തിലൂടെ ചില തന്മാത്രകൾക്ക് അനായാസം കടന്നു പോകാനായിട്ട് സാധിക്കും. പിന്നെ മൂന്നാമത് പഠിക്കേണ്ടത് ജലവും ഓക്സിജനും. ജലം, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായവയ്ക്ക് ഇതിലൂടെ അനായാസം കടന്നു പോകും. ഇതിലൂടെ പ്ലാസ്മ സ്തരത്തിലൂടെ. പക്ഷേ മറ്റു ചില പദാർത്ഥങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? അനായാസം കടന്നു പോകാനായിട്ട് സാധിക്കില്ല. അവയ്ക്ക് ചില പദാർത്ഥങ്ങൾക്കും അയോണുകൾക്കൊക്കെ എന്ത് വേണം? പ്രത്യേക ചാനലുകളിലൂടെയോ സുഷിരങ്ങളിലൂടെയോ മാത്രമേ കടന്നു പോകാനാകൂ. ഇനി പ്ലാസ്മ സ്തരത്തിലൂടെ ജലതന്മാത്രകൾ കടന്നു പോകുന്നത് എങ്ങനെയാണ്? അനായാസമായിട്ട് കടന്നു പോകുന്നുണ്ട്. പ്ലാസ്മ സ്തരത്തിന്റെ മറ്റൊരു പേരാണ് ഭരണധാര്യ സ്ഥലം എന്ന് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ കോശത്തിനകത്തേക്കും പുറത്തേക്കും ഒക്കെ നിരന്തരമായിട്ട് തന്മാത്രകൾ എന്ത് ചെയ്യുന്നുണ്ട്? കടന്നു പോകുന്നു. ഇനി നമുക്കിതില് ഡിഫ്യൂഷൻ പഠിക്കാനുണ്ട്. എന്താണ് ഫെസിലിറ്റഡ് ഡിഫ്യൂഷൻ, എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നോക്കൂ, ഡിഫ്യൂഷൻ കൊടുത്തിരിക്കുന്നുണ്ട്. ഡിഫ്യൂഷൻ ഓക്സിജൻ തന്മാത്രകളുടെ ഗാഢതാ വ്യത്യാസവും അതുപോലെ ഓക്സിജൻ തന്മാത്രകളുടെ ഒഴുക്കിന്റെ ദിശ, ഇത്തരത്തിലുള്ള തന്മാത്രകളുടെ ഒഴുക്കിനെ പറയുന്ന പേരാണ് എന്ത്? ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഡിഫ്യൂഷന് എന്ത് ആവശ്യമില്ല? ഊർജം ആവശ്യമില്ല. ഡിഫ്യൂഷൻ എന്ത് ആവശ്യമില്ല? ഊർജം ആവശ്യമില്ല. അവിടെ എന്തിനേക്ക് ആസ്പദമാക്കിയിട്ടാണ് ഡിഫ്യൂഷൻ? ഓക്സിജൻ തന്മാത്രകളുടെ ഗാഢതാ വ്യത്യാസത്തിനും അതുപോലെ ഓക്സിജൻ തന്മാത്രകളുടെ ഒഴുക്കിന്റെ ദിശയ്ക്ക് അനുസരിച്ചിട്ടുള്ള തന്മാത്രകളുടെ ഒഴുക്കാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അതിന് എന്ത് ആവശ്യമില്ല? ഊർജം ആവശ്യമില്ല. ഇനി ഫെസിലിറ്റഡ് ഡിഫ്യൂഷൻ കൊടുത്തിരിക്കുന്നത് നോക്കൂ. പ്ലാസ്മ സ്തരം, നമ്മൾ ഇത്ര നേരം പ്ലാസ്മ സ്തരം എന്താണെന്ന് പഠിച്ചു. ഈ പ്ലാസ്മ സ്തരത്തിൽ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമില്ലാത്ത പ്രക്രിയയാണ് ഇത് ഫെസിലിറ്റഡ് ഡിഫ്യൂഷൻ. ഫെസിലിറ്റഡ് ഡിഫ്യൂഷനിൽ എന്ത് ആവശ്യമില്ല? ഊർജം ആവശ്യം ഇല്ല. പക്ഷെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ നോക്കൂ, ഊർജം ആവശ്യമുള്ള പ്രക്രിയയാണ്. അപ്പൊ ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? അവിടെ ഊർജം ആവശ്യമില്ല. അവിടെയൊക്കെ ഗാഢതാ വ്യത്യാസത്തിനനുസരിച്ചും അതുപോലെ തന്നെ ഓക്സിജൻ തന്മാത്രകളുടെ ഒഴുക്കിന്റെ ദിശ എങ്ങനെയാണ്? കൂടിയ ഭാഗത്തിൽ നിന്നും കുറഞ്ഞ ഭാഗത്തേക്കാണോ, കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്കാണോ, അങ്ങനെയുള്ള അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? തന്മാത്രകളുടെ ഒഴുക്ക് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ ഇവിടെ ഫെസിലിറ്റഡ് ഡിഫ്യൂഷൻസ് പറയുമ്പോൾ പ്ലാസ്മ സ്തരത്തിലെ ചില പ്രോട്ടീനുകളുടെ സഹായത്താലാണ് എന്ത് ചെയ്യുന്നത്? ഫെസിലിറ്റഡ് ഡിഫ്യൂഷൻ നടക്കുന്നത്. പക്ഷെ അവിടെ എന്ത് ആവശ്യമില്ല? ഊർജം ആവശ്യമില്ല. ഇനി ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ പ്ലാസ്മ സ്തരത്തിലെ ചില വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ, ഇവിടെ ചില പ്രോട്ടീനുകളുടെ സഹായത്താൽ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ എന്ത് പറയുന്നുണ്ട്? ചില വാഹക പ്രോട്ടീനുകളുടെ സഹായത്താൽ നടക്കുന്ന ഊർജം ആവശ്യമുള്ള പ്രക്രിയയാണ് ആക്റ്റീവ്. നല്ല ആക്റ്റീവ് ആവണം അല്ലേ? നമ്മൾ നന്നായിട്ട് പഠിക്കാൻ നല്ല
നല്ല ആക്റ്റീവ് ആകണമെങ്കിൽ എന്ത് വേണം? നമുക്ക് നല്ല എനർജി വേണം അല്ലേ? അപ്പൊ അങ്ങനെ കണക്ട് ചെയ്താൽ മതി. പ്രോട്ടീനുകളുടെ സഹായത്തിൽ എന്താണ്? ഊർജം ആവശ്യമുള്ള പ്രക്രിയയാണ് ഇത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഡിഫ്യൂഷൻ എന്ന് നോക്കി, എന്താണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് നോക്കി, എന്താണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇനി ഇവിടെ എന്താണ് ഓസ്മോസിസ്? ജലതന്മാത്രകൾ എങ്ങനെയാണ്? ജലതന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് ഏതിലൂടെ? അർദ്ധധാര്യ സ്തരത്തിലൂടെ, ഈ വാക്ക് നന്നായിട്ട് ശ്രദ്ധിക്കണം, സഞ്ചരിക്കുന്ന പ്രക്രിയയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഓസ്മോസിസ്? ജലതന്മാത്രകള് അവയുടെ ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും കൂടുതലിൽ നിന്നും കുറഞ്ഞതിലേക്ക് എങ്ങനെ അർദ്ധധാര്യ സ്തരത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് ഓസ്മോസിസ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇനി നോക്കൂ, ജലം കോശത്തിനകത്തേക്കും പുറത്തേക്കും ഒക്കെ കടക്കുന്നത് എങ്ങനെയാണ്? ഓസ്മോസിസിലൂടെയാണ് കേട്ടോ. ജലം കോശത്തിനകത്തേക്കും പുറത്തേക്കും ഒക്കെ പോകുന്നത് ഏതിലൂടെയാണ്? ഓസ്മോസിസിലൂടെയാണ്. എന്താണ് ഓസ്മോസിസ്? എന്താണ് ഓസ്മോസിസ്? ജലതന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അർദ്ധധാര്യ സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയാണ് ഓസ്മോസിസ്. ജലം കോശത്തിനകത്തേക്കും പുറത്തേക്കും കടക്കുന്നത് ഓസ്മോസിസിലൂടെയാണ്. ഇനി ഒരു ഭാഗം ഒന്ന് ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂ. ഈ ഫില്ല് ചെയ്തത് ഗാഢത കൂടിയ ഭാഗം, അതായത് ഇവിടെ തന്മാത്രകളുടെ ഒഴുക്കിന്റെ സ്വഭാവം തന്നിട്ടുണ്ട്. ആ പ്രക്രിയയുടെ പേരെന്താന്ന് ചോദിച്ചിട്ടുണ്ട്. ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രകളുടെ ഒഴുക്കിന്റെ സ്വഭാവത്തെ അത് എങ്ങനെയാ പറയാ? കൂടിയ ഭാഗത്ത് നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് നമ്മൾ പറയാം ഓസ്മോസിസ് എന്ന് പറയുന്നു അല്ലെ? എന്താണ് ഓസ്മോസിസ് എന്ന് പറയുന്നു. ഇനി ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്നും കൂടിയ ഭാഗത്തേക്ക് നമ്മൾ എന്താ പറയാ? ഡിഫ്യൂഷൻ എന്ന് പറയുന്നു. എന്ത് പറയുന്നു? ഡിഫ്യൂഷൻ എന്ന് പറയുന്നു. ഇനി ജലത്തിന് മാത്രം ബാധകം ഏതാണ്? ജലത്തിന് മാത്രം ബാധകമായിട്ടുള്ളതാണ് ഏത്? ഓസ്മോസിസ് എന്ന് പറയുന്നത്. ജലത്തിന് മാത്രം ബാധകമാണ് ഓസ്മോസിസ്. ഇനി ഊർജം വേണ്ടത്, നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം അല്ലെ? നമ്മൾ പറഞ്ഞു ആക്റ്റീവ് എന്താണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് അല്ലെ? ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് എന്ത് വേണം? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പഠിക്കാൻ എനർജി വേണമെങ്കിൽ നല്ലോണം ആക്റ്റീവ് ആകണമെങ്കിൽ, പഠിക്കാൻ നല്ല ആക്റ്റീവ് ആകണമെങ്കിൽ എനർജി വേണം അല്ലേ? അപ്പൊ ഊർജം വേണ്ടത് എന്താണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ആണ്. ഊർജം വേണ്ടാത്തത് ഏതാണ്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ്. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, ഊർജം വേണ്ടാത്തത്. ഇനി വാഹക പ്രോട്ടീൻ വേണ്ടാത്തതും ഏതാണ്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ്. വാഹക പ്രോട്ടീൻ ആവശ്യമായിട്ട് വരുന്നത് ഏതാണ്? അത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലാണ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അപ്പൊ ഇവിടെ എന്തൊക്കെ പഠിച്ചു? ഗാഢത കൂടിയതിൽ നിന്നും കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രകളുടെ ഒഴുക്കിന്റെ സ്വഭാവം ഓസ്മോസിസ്, കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്കാണെങ്കിൽ ഡിഫ്യൂഷൻ, ജലത്തിന് മാത്രം ബാധകമായിട്ടുള്ളതാണ് ഓസ്മോസിസ്, ഊർജം വേണ്ടത് ആക്റ്റീവ് ട്രാൻസ്പോർട്ടിലാണ്, ഊർജം വേണ്ടാത്തത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലാണ്, വാഹക പ്രോട്ടീൻ വേണ്ടാത്തതും ഏതിലാണ്? ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനിലാണ്, വാഹക പ്രോട്ടീൻ ആവശ്യമായിട്ട് വരുന്നത് ആക്റ്റീവ്. ഇനി ഏകകോശ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗത്തെ പറയുന്ന പേരാണ് ആൽഗകൾ. ആൽഗകൾ എന്ന് പറയുമ്പോൾ അതിൽ ഏകകോശ ജീവികളും ഉൾപ്പെടും, ബഹുകോശ ജീവികളും ഉൾപ്പെടും. അവയ്ക്ക് പ്രൊകാരിയോട്ടുകളായ ബ്ലൂ ഗ്രീൻ ആൽഗകൾക്കും പോഷക ലഭ്യമാകുന്നത് പ്രകാശ സംശ്ലേഷണത്തിലൂടെയാണ്. അപ്പൊ നമ്മൾ ഇനി അടുത്തത് കടക്കുന്നതിൽ ഏതിലേക്കാണ്? സസ്യങ്ങളിലേക്ക് കടക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഏകകോശ ബഹുകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗം പറയുന്ന പേരാണ് ഇത് ആൽഗകൾ എന്ന് പറയുന്നത്. അതുപോലെ ഈ ആൽഗകൾക്കും പ്രൊകാരിയോട്ടുകളായ ഏതാണ്? ബ്ലൂ ഗ്രീൻ ആൽഗകൾക്കും പോഷകങ്ങൾ ലഭിക്കുന്നത് ഏതിലൂടെയാണ്? പ്രകാശ സംശ്ലേഷണം. ഇനിയിപ്പോ നമ്മൾ പറയാറില്ലേ ഇലകൾക്ക് അല്ലെ? ഇലകളെ നല്ല ഗ്രീൻ കളറിൽ കാണാനായിട്ട് കഴിയും. നമ്മൾ പറയും ഹരിതകമാണ് ഇലകളുടെ പച്ച നിറത്തിന് കാരണം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? പഠിക്കാൻ നമുക്ക് പഴയ SCERT ധാരാളമായിട്ട് പഠിക്കാനുണ്ട് അല്ലെ? നോക്കൂ, ഒരു ക്ലോറോപ്ലാസ്റ്റിന്റെ ഘടനയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ? ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഘടന, അതിൽ എന്തൊക്കെ ചേർന്നതാണ് ഒരു ക്ലോറോപ്ലാസ്റ്റ് എന്ന് നോക്കുകയെ. ഇതുണ്ടോ? തൈലക്കോയിഡ് എന്ന സ്തരസഞ്ചി. കണ്ടോ? തൈലക്കോയിഡ്, ഇതൊക്കെ പുതിയ വാക്കാണ് അല്ലെ? നമുക്ക് പഴയ SCERT കണ്ടിട്ടില്ല. തൈലക്കോയിഡ് എന്ന സ്തരസഞ്ചി. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ട്രോമയും ഗ്രാനയും പഠിച്ചിട്ടുണ്ട് അല്ലെ? സ്ട്രോമ എന്ന് പറയുന്നത് എന്താണ്? ദ്രാവക ഭാഗമാണ്. ഗ്രാനയോ ഈ തൈലക്കോയിലുകളുടെ അടുക്ക് ക്ലോറോഫിൽ കാണപ്പെടുന്നതൊക്കെ ഏതിലാണ്? ഗ്രാനിയിലാണ്. അതുപോലെ സ്ട്രോമ, ലാമെല്ല, ആന്തരസ്തരം, ബാഹ്യസ്തരം, പിന്നെ നോക്കൂ
ഉപരിവൃതി കോശങ്ങൾ കണ്ടോ? പുറത്ത് കാണപ്പെടുന്ന ഉപരിവൃതി കോശങ്ങളിൽ അതേപോലെ സ്റ്റൊമേറ്റ, മിസോഫിൽ കോശങ്ങൾ, ഇതൊക്കെ എന്താണ് ഒരു ക്ലോറോപ്ലാസ്റ്റിന്റെ ഒരു ചെടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇലകളുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇതില് പഠിക്കാനായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഈ വാക്കുകളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഇതൊക്കെ ക്ലോറോപ്ലാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകളാണെന്നുള്ളത് ആദ്യം കണക്ട് ചെയ്യാം. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആൻസർ വരികയാണെങ്കിൽ നമുക്ക് അതിൽ പറ്റുമല്ലോ. ഏതൊക്കെയാണ്? സ്റ്റൊമേറ്റ, മിസോഫിൽ കോശങ്ങള്, ഗ്രാന, സ്ട്രോമ കണ്ടോ? അതേപോലെ തൈലക്കോയിഡ് എന്ന സ്തരസഞ്ചി, ഇതൊക്കെ എന്താണ് ക്ലോറോപ്ലാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഒന്ന് നോക്കുക. അതേപോലെ നോക്കൂ, ഇനി നമ്മൾ പ്രകാശ സംശ്ലേഷണത്തിൽ കിടക്കുകയാണ്, ഫോട്ടോസിന്തസിസ് കേട്ടോ. പ്രകാശ സംശ്ലേഷണത്തിന് 2 ഘട്ടങ്ങളുണ്ട് അല്ലെ? ഏതൊക്കെയാണ്? നമ്മൾ പറയാറുണ്ട് ഇരുണ്ട ഘട്ടം എന്നും ഇരുണ്ട ഘട്ടം നമ്മൾ പഠിക്കാറുണ്ട്, അതുപോലെ പ്രകാശഘട്ടങ്ങൾ എന്നും പഠിക്കാറുണ്ട് അല്ലെ? നോക്കാം ഇനി. ഇതുണ്ടോ? സൂര്യപ്രകാശം, ജലം, കാർബൺ ഡൈ ഓക്സൈഡ്, സ്ട്രോമയിൽ കണ്ടോ ഗ്ലൂക്കോസ്, ഗ്രാനീല് ഗ്രാനീലത്തേതാണ് ഇത് കണ്ടോ? സൂര്യപ്രകാശം, ജലം. പിന്നെ സ്ട്രോമയിലാണ് ഗ്ലൂക്കോസ്, കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടോ? ATP തന്മാത്രകൾ, ഹൈഡ്രജന്റെ. നമുക്കിതൊന്ന് പഠിക്കാം എന്താണെന്നുള്ളത് കേട്ടോ. പ്രകാശഘട്ടം എന്താണ് ഇരുണ്ട ഘട്ടം? അതായത് ഫോട്ടോസിന്തസിസിലെ പ്രകാശ സംശ്ലേഷണത്തിന്റെ 2 ഘട്ടങ്ങളാണ് പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും. ഇത് നന്നായിട്ട് പഠിച്ചു വെച്ചോ കേട്ടോ, നന്നായിട്ട് പഠിച്ചു വെച്ചോ. പ്രീവിയസ് ആയിട്ട് തന്നെ ഒരുപാട് പ്രാവശ്യം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പ്രകാശഘട്ടം എവിടെയാണ്? ഗ്രാനയിൽ വെച്ചിട്ടാണ്. പ്രകാശം കേട്ടോ, നല്ല പ്രകാശത്തിൽ കേട്ടോ. അന്ന് നോക്കുക, ഗ്രാനയിൽ വെച്ച് നടക്കുന്നു, പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്നു. അപ്പൊ എന്താണ്? പകൽ സമയങ്ങളിലാണ് അല്ലെ? പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്നു. ജലം വിഘടിച്ചിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആകുന്നു. ഓക്സിജനെ പുറന്തള്ളുന്നു കണ്ടോ? ഗ്രാനിയുടെ ഘട്ടം കണ്ടോ? ഓക്സിജൻ പുറന്തള്ളുന്നത് കണ്ടോ? ഓക്സിജൻ പുറന്തള്ളുന്നു. ഹൈഡ്രജൻ എന്ത് ചെയ്യാണ്? സ്ട്രോമയിൽ എത്തുന്നു കണ്ടോ? ഹൈഡ്രജൻ വന്നിട്ട് ഗ്രാനിയിൽ നിന്നും എവിടേക്ക് എത്തുന്നു? സ്ട്രോമയിലേക്ക് എത്തുന്നു. ഊർജ്ജ തന്മാത്രയായ ATP ഉണ്ടാക്കുന്നു. ATP തന്മാത്ര ഏതിലാണ്? ഗ്രാനിയിലാണ് അല്ലെ? അപ്പൊ ഇത്രയും എന്താണ്? പ്രകാശഘട്ടം, സൂര്യപ്രകാശം ഉണ്ടാകുന്ന സമയത്ത് നടക്കുന്നതാണ് ഏത്? ഗ്രാന എന്ന് പറയുന്നത്. മനസ്സിലാക്കി വെക്കുക. ഗ്രാന എന്തൊക്കെ പഠിച്ചു? പ്രകാശഘട്ടം നടക്കുന്നത് ഗ്രാനയിൽ വെച്ചിട്ടാണ്, പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്നു. പിന്നെ ജലം വിഘടിച്ചിട്ട് ഇതാണ്ടോ? ജലം കണ്ടോ? ഈ ജലം വിഘടിച്ചതാ, ജലം വന്നിട്ട് വിഘടിച്ചിട്ട് കണ്ടോ എന്താകുന്നു? ഹൈഡ്രജനും ഹൈഡ്രജനും അതുപോലെ ഓക്സിജനും പുറന്തള്ളുന്നു. പിന്നെ ഹൈഡ്രജൻ എന്ത് ചെയ്യാണ്? എന്നിട്ട് സ്ട്രോമിലേക്ക് എത്തുകയാണ്. അതുപോലെ ഊർജ്ജ തന്മാത്രകളായ ATP എന്ത് ചെയ്യുന്നു? ഉണ്ടാകുന്നു. ഇനി ഇരുണ്ട ഘട്ടം പഠിക്കുമ്പോൾ അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ്? സ്ട്രോമി ആയിരിക്കും അല്ലെ? ഇരുണ്ട ഘട്ടം എവിടെയാണ്? സ്ട്രോമയിൽ വെച്ച് നടക്കുന്നു. പ്രകാശം ഉണ്ടോ? ഇല്ല. ഈ ഘട്ടത്തിന് ആവശ്യമായ ഹൈഡ്രജനും ഊർജവും പ്രകാശഘട്ടത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? ഗ്രാനിയിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു? സ്ട്രോമിയിലേക്ക് പോകുന്നു. അതുപോലെ ഗ്രാനിയിൽ വെച്ചിട്ടാണ് ATP ഊർജ്ജ തന്മാത്രകൾ എന്ത് ചെയ്യുന്നു? സ്ട്രോമിയിലേക്ക് ഉണ്ടാകുന്നു അല്ലെ? അപ്പൊ ഊർജം മീൻസ് ATPയും അതുപോലെ തന്നെ ഹൈഡ്രജനും ഒക്കെ പ്രകാശഘട്ടത്തിൽ നിന്നാണ് ഏതിലേക്ക് ലഭിക്കുന്നത്? ഇരുണ്ട ഘട്ടത്തിലേക്ക് ലഭിക്കുന്നത്. ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്നിട്ട് എന്തുണ്ടാകുന്നു? ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും, ഹൈഡ്രജൻ പ്ലസ് CO2 അല്ലെ? ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? ഗ്ലൂക്കോസ് ഉണ്ടാകുന്നത്. അപ്പൊ ഇത്രയും ഈ പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും നന്നായിട്ട് പഠിച്ചു വെച്ചോ. ഇനി ഇവിടെ പഠിക്കുന്ന മെൽവിൻ കാൽവിൻ എന്ന ശാസ്ത്രജ്ഞനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. സ്ട്രോമിയിൽ പറഞ്ഞില്ലേ ഇരുണ്ട ഘട്ടം നടക്കുന്നത് ഏതിലാണ്? സ്ട്രോമിയിലാണ്. അങ്ങനെ ഇരുണ്ട ഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചതിന് 1961 രസതന്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? മെൽവിൻ കാൽവിൻ ആണ്. മെൽവിൻ കാൽവിൻ. അദ്ദേഹം ഏത് ഘട്ടമാണ് വിശദീകരിച്ചത്? പ്രകാശഘട്ടമാണോ ഇരുണ്ട ഘട്ടമാണോ? ഇരുണ്ട ഘട്ടമാണ് അല്ലെ? ഇരുണ്ട ഘട്ടമാണ് അദ്ദേഹം വിശദീകരിച്ചത്. അദ്ദേഹത്തിന് അതുവഴി രസതന്ത്രത്തിൽ എന്ത് ചെയ്തു? 1961 നോബൽ പുരസ്കാരം ലഭിച്ചു. ഇനി ഇവിടെ ഇതൊന്ന് ഫില്ല് ചെയ്യാട്ടോ. പ്രവർത്തനം നടക്കുന്ന സ്ഥാനം പ്രകാശഘട്ടം, ഇരുണ്ട ഘട്ടം, പ്രവർത്തനങ്ങൾ എന്താണ്, ഉൽപ്പന്നങ്ങള് എന്താണെന്നുള്ളത് നോക്കി വെക്കാം. നിങ്ങൾക്കിത് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടോ? പ്രവർത്തനം നടക്കുന്ന പ്രകാശഘട്ടം ഏതാണ്? ഗ്രാനയാണ് അല്ലെ? പ്രകാശഘട്ടം ഗ്രാനയാണ്. ഇരുണ്ട ഘട്ടം ഏതാണ്? സ്ട്രോമയാണ്. ഏതാണ്? സ്ട്രോമയാണ്. ഇനി എന്താണ് ഇവിടെ പ്രവർത്തനം നടക്കുന്നത്? ജലം വിഘടിക്കില്ലേ? എന്ത് ചെയ്യും? ജലം വിഘടിച്ചിട്ട് എന്താകും? ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാകുന്നു അല്ലെ? ജലം വിഘടിച്ചിട്ട് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാകുന്നു പ്രവർത്തനം. ഇനി സ്ട്രോമിയിൽ എന്താ ഉണ്ടാകുക? ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇതിവിടെയാണ് കേട്ടോ വരേണ്ടത്, ഉൽപ്പന്നത്തിലാണ് വരേണ്ടത്. ഇത് ഉൽപ്പന്നത്തിലാണ് വരേണ്ടത് കേട്ടോ. ജലം, ഹൈഡ്രജൻ,
പ്ലസ് എന്ത് ചെയ്യുന്നു, ജലം വിഘടിച്ചിട്ട് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാകുന്നു. ഇരുണ്ട ഘട്ടത്തിൽ എന്തുണ്ടാകും, ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും അല്ലേ, എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡും ചേർന്നിട്ട് എന്തുണ്ടാകുന്നു, ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ഇരുണ്ട ഘട്ടം എന്ന് പഠിക്കുമ്പോൾ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന് ഓർത്താൽ മതി കേട്ടോ. ഹൈഡ്രജനും കാർബൺ ഡൈ ഓക്സൈഡും ചേർന്നിട്ട് എന്തുണ്ടാകുന്നു, ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. പിന്നെ ഇവിടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞേ, എന്തൊക്കെയാണ് ഈ പ്രകാശഘട്ടത്തിലും ഇരുണ്ട ഘട്ടത്തിലും നടക്കുന്ന പ്രവർത്തനങ്ങൾ പറഞ്ഞേ. ഒന്ന് ഓർക്കാൻ കഴിയുന്നുണ്ടോ, നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുന്നുണ്ടോ? എന്താണ് ഇവിടെ പ്രകാശത്തിൽ അല്ലെ, പ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നടക്കുന്നു. ഇവിടെയോ പ്രകാശം ആവശ്യമില്ല അല്ലെ, പ്രകാശം അവിടെ ഉപയോഗിക്കുന്നില്ല. പിന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, ഓക്സിജൻ പുറന്തള്ളുന്നു അല്ലെ. ഇവിടെ എന്ത് ചെയ്യുന്നു, ഓക്സിജൻ പ്രകാശഘട്ടത്തിലല്ലേ പ്രവർത്തനം, പകൽ സമയത്ത് ഓക്സിജൻ പുറന്തള്ളല്ലേ ചെയ്യുന്നത്, ഓക്സിജൻ പുറന്തള്ളുന്നു, ഓക്സിജൻ പുറന്തള്ളുന്നു. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു പ്രകാശം ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യും, ഹൈഡ്രജനും ATPയും ഒക്കെ എന്ത് ചെയ്യാണ്, ഈ പ്രകാശഘട്ടത്തിൽ നിന്നാണ് ഇരുണ്ട ഘട്ടം സ്വീകരിക്കുന്നത്. ഇനി ഗ്ലൂക്കോസിൽ നിന്നും വിവിധ പോഷകങ്ങൾ, പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഗ്ലൂക്കോസ് ഉണ്ടാകും. പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് എന്താ ഉണ്ടാകുക, ഗ്ലൂക്കോസ് ഉണ്ടാകും. ഒരിക്കലും ഈ ചെടികൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഗ്ലൂക്കോസിനെ പ്രകാശ സംശ്ലേഷണം പകൽ സമയമൊക്കെ കഴിഞ്ഞ് ഗ്ലൂക്കോസിനെയൊക്കെ ഉൽപ്പാദിപ്പിച്ചിട്ട് ചെടികൾ ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നില്ല, അതേ രൂപത്തിൽ തന്നെ എന്ത് ചെയ്യുന്നില്ല, ചെടികളിൽ സംഭരിക്കുന്നില്ല. കാരണം ചെടികളിൽ അങ്ങനെ സംഭരിക്കാനായിട്ട് ചെടികൾക്ക് സാധിക്കില്ല. പിന്നീട് അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ചെടികൾക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ് അത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റാതിരിക്കുന്നത്, കാരണം ഇത് അതിവേഗം, ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന അതിവേഗം എന്ത് ചെയ്യും, ജലത്തില് ലയിക്കും, ജലത്തില് ലയിക്കും. ഗ്ലൂക്കോസ് രൂപത്തില് ചെടികളിൽ സംഭരിച്ചു കഴിഞ്ഞാല് അത് ജലത്തിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് ലയിക്കും. അങ്ങനെ ജലത്തിൽ പെട്ടെന്ന് ലയിച്ചാൽ പിന്നെ ഇവയ്ക്ക് ആഹാരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ, പറ്റില്ല. അപ്പൊ അതിനെ എന്ത് ചെയ്യും, ചെടികള് അന്നജമായിട്ട് എന്ത് ചെയ്യും, അന്നജമാക്കിയിട്ട് സംഭരിക്കും. അങ്ങനെ അന്നജത്തിൽ നിന്നാണ് സസ്യങ്ങളുടെ ജൈവ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജം ലഭിക്കുന്നത്. അന്നജം മെറ്റാബോളിസത്തിന് വിധേയമായി നിരവധി പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പൊ ഇവിടെ ഒന്ന് വായിച്ചു നോക്കിക്കേ, പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് അതിവേഗം ജലത്തിൽ ലയിക്കുന്നത് കൊണ്ട് അത് അലേയമായ പറഞ്ഞാൽ ജലത്തിൽ ലയിക്കാൻ പറ്റാത്ത ഒരു സ്റ്റാർച്ച് ആയിട്ട് എന്ത് ചെയ്യുന്നു, സംഭരിക്കുന്നു. അന്നജത്തിൽ നിന്നാണ് സസ്യങ്ങളുടെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജം ലഭിക്കുന്നത്. അന്നജം മെറ്റാബോളിസത്തിന് വിധേയമായിട്ട് നിരവധി പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നു. ഇനിതാ വിവിധ തരം പോഷകങ്ങളുടെ സ്രോതസ് കണ്ടോ, അതാ അന്നജം, അതുപോലെ ഫ്രക്ടോസ് അല്ലെ, ഫ്രക്ടോസ്, കരിമ്പിൽ നിന്നും സൂക്രോസ്, പിന്നെ കൊഴുപ്പുകള്, പ്രോട്ടീൻസ് അല്ലെ, പയർവർഗ്ഗങ്ങളിൽ നിന്നും പ്രോട്ടീൻസ്, പച്ചക്കറികളിൽ നിന്നൊക്കെ വിറ്റമിനുകള്. ഒരു പിക്ചർ എന്ന് മാത്രം കണ്ടോ. ഇനി പ്രകാശ സംശ്ലേഷണത്തിന്റെ ഓരോ ഘട്ടങ്ങൾ കണ്ടോ, നമ്മൾ പറഞ്ഞില്ലേ പ്രകാശ സംശ്ലേഷണം എന്തായി, അത് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നു. ഗ്ലൂക്കോസിനെ ഏത് രൂപത്തിലേക്ക്, അന്നജ രൂപത്തിലേക്ക് സംഭരിക്കുന്നു. പിന്നീട് ഓരോരോ രൂപങ്ങളിലേക്ക് ഇല്ലേ, സൂക്രോസ്, പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായിട്ട് കണ്ടോ. ഇവിടെ നോക്കിക്കേ, സസ്യങ്ങൾക്ക് പോഷകങ്ങൾ ലഭ്യമാകുന്നത് എന്ന് മനസ്സിലായില്ലേ. ഈ പോഷകങ്ങളെയാണ് മറ്റു ജീവികൾ ജീവപ്രവർത്തനങ്ങൾക്കായിട്ട് സ്വീകരിക്കുന്നത്. പോഷണത്തെയും പോഷകങ്ങളെയും കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാം അല്ലെ. പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണ് പോഷക ഘടകങ്ങൾ എന്ന് പറയുന്നത്, പ്രോട്ടീൻസ് ഉണ്ട്, ധാതു ലവണങ്ങളുണ്ട്, ധാതുക്കള്, ജലം, ലവണങ്ങൾ, അങ്ങനെ ഇഷ്ടംപോലെ എന്ത് ചെയ്യുന്നുണ്ട്, പോഷക ഘടകങ്ങളുണ്ട് അല്ലെ. പോഷക ഘടകങ്ങൾ എന്നറിയാം, നമുക്കറിയാം ഒരു മനുഷ്യ ശരീരത്തിനാണെങ്കിലും ഒരു സസ്യങ്ങളുടെ ശരീരം, ജന്തു ശരീരത്തിൽ ഏതാണെങ്കിലും ഒരു ജീവൽ പ്രവർത്തനത്തിന് എന്ത് ആവശ്യമാണ്, പോഷകങ്ങള് അത്യാവശ്യമാണ് അല്ലെ, പോഷകങ്ങൾ അത്യാവശ്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാ, നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ നന്നായി. സസ്യങ്ങൾ മെറ്റബോളിസത്തിലൂടെ നിർമ്മിക്കുന്ന പോഷകങ്ങൾ എന്തു ചെയ്യും, ആഹാരത്തിലൂടെ സസ്യബുക്കുകളിൽ എത്തുന്നു. സസ്യങ്ങളെ ഭക്ഷിക്കുന്നവയിൽ എത്തുകയാണ് അല്ലെ. സസ്യങ്ങൾ മെറ്റബോളിസത്തിലൂടെ നിർമ്മിക്കുന്ന പോഷകങ്ങൾ ആഹാരത്തിലൂടെ എവിടെ എത്തും, സസ്യബുക്കുകളിൽ എത്തും. സസ്യബുക്കുകളെ ആര് ഭക്ഷിക്കും, മാംസബുക്കുകള് ആഹാരമാക്കും. അങ്ങനെ സസ്യങ്ങളെ എന്തു പറയുന്നു, സ്വപോഷികൾ എന്നും ജന്തുക്കളെ പരപോഷികൾ എന്നും വിളിക്കുന്നു. സസ്യങ്ങൾ മെറ്റാബോളിസത്തിലൂടെ നിർമ്മിക്കുന്ന പോഷകങ്ങൾ ആഹാരത്തിലൂടെ സസ്യബുക്കുകളിൽ എത്തുകയും സസ്യബുക്കുകൾ മാംസബുക്കുകൾ എന്ത് ചെയ്യുന്നു, ആഹാരമാക്കുന്നു. സസ്യങ്ങൾ പൊതുവെ എന്താ പറയാ, സ്വപോഷികളാണ്. കാരണം അവർ സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കും അല്ലെ. അങ്ങനെ ജന്തുക്കളെ എന്ത് പറയും, പരപോഷി. ഇവിടെ ഈ സമുദ്രം ഒരു വിസ്മയം, നന്നായിട്ട് ശ്രദ്ധിച്ചോട്ടെ, നല്ലോണം പോയിന്റ് ഉണ്ട്. നമുക്ക് വരാം എക്സാമിൽ പ്രതീക്ഷിക്കാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്. ഭൂമിയുടെ 4/3 ഭാഗവും എന്താണ്,
സമുദ്രമാണ്. 4/3 ഭാഗവും എന്താണ്? സമുദ്രമാണ്. ലക്ഷക്കണക്കിന് ജീവജാതി ഇതൊക്കെ നോക്കുക. ഇവിടെ നിന്ന് ഒന്ന് നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പം പറഞ്ഞുതരാം കേട്ടോ. സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്കനുസരിച്ചിട്ട് സമുദ്രത്തെ 3 വിഭാഗമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. 3 മേഖലകളായിട്ട്. എത്രയാണ്? 3 മേഖലകളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? സൂര്യപ്രകാശത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇതിപ്പോ ഒരു സമുദ്രം, ഇതിപ്പോ ഒരു സമുദ്രമാണെന്ന് വെക്കുക. ഇതിപ്പോ ഒരു സമുദ്രം. ഈ സമുദ്രത്തിന് തന്നെ എന്ത് ചെയ്യാണ്? ഒരു 3 വിഭാഗങ്ങളാക്കി ഞാൻ അങ്ങനെ തിരിക്കാട്ടോ. ഒരു 3 പാർട്ടാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി സൂര്യപ്രകാശത്തിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? 3 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഉപരിതലം മുതൽ ഇതിപ്പോ സമുദ്രം. ഇതിപ്പോ സമുദ്രമായിട്ട് നമുക്ക് കണക്കാം. സമുദ്രം പറയുമ്പോൾ എപ്പോഴാണ്? അടിത്തട്ടിലാണ് അല്ലെ? അടിത്തട്ടിലായിട്ടാണ് വരിക. അപ്പോ ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ. എങ്ങനെയാണ്? ഉപരിതലം മുതൽ, അതായത് ഇതിന്റെ ഉപരിതലം മുതൽ എത്രയാണ്? 200 മീറ്റർ വരെ ആഴത്തിൽ പറയുന്ന പേരാണ് ഇത് യൂഫോട്ടിക് മേഖല എന്ന് പറയുന്നത്. ഉപരിതലം മുതൽ 200 മീറ്റർ ആഴത്തിൽ എന്തു പറയുന്നു? യൂഫോട്ടിക് മേഖല. യൂഫോട്ടിക് കേട്ടോ, കണ്ടോ? 200 മുതൽ ആഴത്തിൽ യൂഫോട്ടിക് മേഖല. നന്നായിട്ട് ഇവിടെ എന്ത് ചെയ്യും? 200 മീറ്ററിൽ നന്നായിട്ട് സൂര്യപ്രകാശം ഇവിടെ ലഭിക്കും. ഈ സൂര്യപ്രകാശം ലഭിച്ചാലല്ലേ ജീവജാലങ്ങൾ ഉണ്ടാകുള്ളൂ, ജീവിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ധാരാളം ജീവികൾ എന്ത് ചെയ്യും? ഇവിടെ ധാരാളം ജീവികൾ ഇവിടെ ഉണ്ടാകും. ധാരാളം ജീവികൾ ഇവിടെ ഉണ്ടാവും. ഇനി അങ്ങനെ 200 കഴിയും. ഇനി 200 മീറ്ററിന് താഴെ അല്ലെ? 200 മീറ്ററിന് താഴെ തുടങ്ങിയിട്ട് എത്ര മീറ്റർ വരെ? 200 മീറ്ററിന് താഴെ മുതൽ എത്ര വരെ? 1000 മീറ്റർ വരെ എന്ത് പറയുന്നു? ഡിസ്ഫോട്ടിക് മേഖല എന്ന് പറയുന്നു. എന്താണ്? ഡിസ്ഫോട്ടിക്. ഡിസ്ഫോട്ടിക് മേഖല എന്ന് പറയുന്നു. അപ്പൊ ഇവിടുത്തെ അത്ര സൂര്യപ്രകാശം ഇവിടെ ഉണ്ടാകുമോ? ഇല്ല. സൂര്യപ്രകാശം ഉണ്ടാകും, പക്ഷെ ഇവിടുത്തെ അത്ര എന്തുണ്ടാകില്ല? ഉപരിതലത്തിൽ അത്ര സൂര്യപ്രകാശം എവിടെ ഉണ്ടാകില്ല? മധ്യമേഖലയായിട്ടുള്ള ഡിസ്ഫോട്ടിക് മേഖലയിൽ കാണില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം സൂര്യപ്രകാശം ഉണ്ടാകും. സസ്യ കേന്ദ്രീകൃതമായ ജീവജാലികയാണ് ഇവിടെയും ഉണ്ടാകുക അല്ലെ? അതായത് പ്രകാശ ലഭ്യത പരിമിതമാണെങ്കിലും കുറച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാകും? സസ്യത്തെ കേന്ദ്രീകൃതമായ ജീവജാലിക ഇവിടെയും ഉണ്ട്. ഇനി 1000 മീറ്ററിന് താഴെ എത്രയാണ്? 1000 മീറ്ററിന് താഴെ അറിയപ്പെടുന്ന മേഖലയാണ് ഏത്? എഫോട്ടിക് മേഖല. എഫോട്ടിക്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് പറഞ്ഞു? ഫസ്റ്റ് ഏത് മേഖല പറഞ്ഞു? യൂഫോട്ടിക്. നോക്കിക്കേ, റൗണ്ട് ചെയ്ത് വെക്കാം കേട്ടോ. യൂഫോട്ടിക് മേഖല, ഡിസ്ഫോട്ടിക് മേഖല, എഫോട്ടിക് മേഖല. കണ്ടോ? 3 എണ്ണം. ഇവിടെ എന്താണ്? എഫോട്ടിക് മേഖലയിൽ സൂര്യപ്രകാശത്തിന്റെ അളവ് വളരെ കുറവായതിനാൽ പ്രകാശ സംശ്ലേഷണം നടക്കില്ല. ഇവിടെയുള്ള ചില ജീവികൾക്ക് പ്രകാശം ഉൽപ്പാദിപ്പിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ചില ജീവികൾ എന്ത് ചെയ്യും? പ്രകാശം ഉൽപ്പാദിപ്പിക്കും, പക്ഷെ ഡയറക്റ്റ് എന്ത് ചെയ്യില്ല? സൂര്യപ്രകാശം ഇല്ല. അതുകൊണ്ട് അവിടെ പ്രകാശ സംശ്ലേഷണമൊന്നും അവിടെ നടക്കില്ല. അപ്പൊ 3 മേഖല, സമുദ്രത്തെ 3 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. 1 യൂഫോട്ടിക്, 2 ഡിസ്ഫോട്ടിക്, 3 എഫോട്ടിക്. യൂഫോട്ടിക് എന്ന് പറയുന്നത് 200 മീറ്റർ ഉപരിതലം മുതൽ എങ്ങനെയാണ്? 200 മീറ്റർ വരെ ആഴം. യൂഫോട്ടിക് ധാരാളം പ്രകാശം, ധാരാളം ജീവികള്. അതുപോലെ ഡിസ്ഫോട്ടിക് മേഖല എന്ന് പറയുമ്പോൾ ഇവിടെ പ്രകാശ ലഭ്യത പരിമിതമാണെങ്കിലും എത്ര മീറ്റർ വരെ? 200 to 1000 മീറ്റർ വരെ. ഇനി അതിന് താഴെ 1000-നും താഴെയാണ് ഇവിടെ പറയുന്നത് എഫോട്ടിക് മേഖല എന്ന് പറയുന്നത്. അവിടെ സൂര്യപ്രകാശമില്ല, പ്രകാശ സംശ്ലേഷണങ്ങള് ഇല്ല. ഇനി ഇവിടെ ഇതുണ്ടോ? നമ്മുടെ 2050 ആകുമ്പോഴേക്കും സമുദ്രത്തിലെ മത്സ്യസമ്പത്തിന്റെ ഭാരത്തെ അവിടെ എത്തുന്ന പ്ലാസ്റ്റിക്കിന്റെ ഭാരം പിന്തള്ളുമെന്ന് UNO എന്ത് ചെയ്തിട്ടുണ്ട്? പ്രവചനം ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്? പരമാവധി പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ നിക്ഷേപിക്കുന്നത് എന്ത് ചെയ്യുന്നു? അപകടാവസ്ഥയിലേക്ക് പോകുമെന്നാണ് UNOയുടെ. ഇനി കണ്ടൽക്കാട്, പ്രകൃതിയുടെ വരദാനം. കായലും കടലും ചേരുന്ന ഭാഗത്താണ് കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത്. നോട്ട് ചെയ്തോട്ടാ. കായലും കടലും ചേരുന്ന ഭാഗത്താണ് കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത്. ഉപ്പുവെള്ളത്തിൽ വളരുന്ന 43 ഇനം കണ്ടൽ സസ്യങ്ങൾ കേരളത്തിലുണ്ട്. സ്റ്റേറ്റ്മെന്റ് ഒക്കെ ചോദിക്കാൻ നല്ല മാതിരിയാണ് അല്ലെ? 43 ഇനം കണ്ടൽ സസ്യങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് 1975 എത്രയാണ്? 70,000 ഹെക്ടർ കണ്ടൽക്കാട് ഉണ്ടായിരുന്നു. അതിൽ 98% എന്ത് ചെയ്തു? 70% ഇപ്പൊ 100% കണക്കാക്കുമ്പോൾ തന്നെ അതിൽ 98 പറയുമ്പോൾ ബാക്കി 2% ഉള്ളു. 98% എന്ത് ചെയ്തു? നശിപ്പിക്കപ്പെട്ടു. അമൂല്യമായ സേവനങ്ങളാണ് കണ്ടലുകൾ പരിസ്ഥിതിക്ക് നൽകുന്നത്. എന്തൊക്കെയാണ് കണ്ടൽക്കാട് കൊണ്ടുള്ള ഗുണങ്ങള്? മത്സ്യസമ്പത്തിന്റെ ഉറവിടമാണ്. സ്റ്റേറ്റ്മെന്റ് ചോദിക്കാൻ അവർക്ക് നല്ല രസമായിരിക്കും കേട്ടോ, കാരണം അത്രയും നമുക്ക് ഓപ്ഷൻസ് ഇതിൽ തന്നിട്ടുണ്ട്. അപ്പൊ അവർക്ക് നന്നായിട്ട് നിങ്ങൾ പഠിക്കണം. ജൈവ വൈവിധ്യത്തിന്റെ കലവറയാണ്. തീരപ്രദേശത്ത് മണ്ണ് സംരക്ഷിക്കുന്നു. അതുപോലെ നിത്യഹരിതവനങ്ങളെ അപേക്ഷിച്ച് 4 ഇരട്ടി കാർബൺ
കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുന്നതിലൂടെ ആഗോള താപനത്തിനെതിരെയുള്ള പ്രതിരോധം നന്നായിട്ട് നടത്തും. കാർബൺ ഡൈ ഓക്സൈഡ് നല്ല രീതിയിൽ എന്ത് ചെയ്യും, കണ്ടൽക്കാടുകൾ ആഗിരണം ചെയ്യുന്നുണ്ട്. പക്ഷെ നിത്യഹരിത വനങ്ങൾക്ക് ഇത്രയും എന്ത് ചെയ്യാൻ പറ്റില്ല, കഴിയില്ല. പിന്നെ സുനാമിയെ തടയൽ, ഇതൊക്കെ എന്താണ്, കണ്ടൽക്കാട് കൊണ്ടുള്ള ഗുണങ്ങളാണ്. മത്സ്യസമ്പത്തിന്റെ ഉറവിടമാണ്, ജൈവ വൈവിധ്യത്തിന്റെ കലവറയാണ്, തീരപ്രദേശത്ത് നല്ല മണ്ണ് സംരക്ഷിക്കാനായിട്ട് പറ്റും. നിത്യഹരിത വനങ്ങളെ അപേക്ഷിച്ച് 4-5 ഇരട്ടി കാർബൺ ഡൈ ഓക്സൈഡിനെ ആഗിരണം ചെയ്യുന്നതിലൂടെ ആഗോള താപനത്തിനെതിരെയുള്ള പ്രതിരോധ സുനാമിയെ തടയൽ. 1975 കേട്ടോ 70,000 ഹെക്ടർ കണ്ടൽക്കാട് ഉണ്ടായിരുന്നത്. 43 ഇനം കണ്ടൽ സസ്യങ്ങളുടെ കണ്ടൽക്കാടുകൾ കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ് ഒന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. ഇനി കല്ലേൽ പൊക്കുടൻ 1900, ഈ വർഷം ഒന്ന് നോട്ട് ചെയ്തോട്ടോ. 1937 to 2015. ചിലപ്പോൾ കല്ലേൽ പൊക്കുടൻ അന്തരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ 2015 വരും, പറയണം. 37 to 2015. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിലൂടെ അവയുടെ പാരിസ്ഥിതിക പ്രാധാന്യം ബോധ്യപ്പെടുത്തിയ പരിസ്ഥിതി പ്രവർത്തനമാണ് കല്ലേൽ പൊക്കുടൻ. 1 ലക്ഷത്തിലേറെ കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിച്ച അദ്ദേഹം കണ്ടലുകളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ വളരാൻ അനുവദിക്കണമെന്ന നിലപാട് ഉയർത്തിപ്പിടിച്ചു. പല സ്ഥലങ്ങളിൽ നടത്തിയ കണ്ടൽ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം എന്നോണം അദ്ദേഹത്തെ എങ്ങനെയാണ്, കണ്ടൽ പൊക്കുടൻ, നമ്മൾ കല്ലേൽ പൊക്കുടൻ എന്നല്ലേ പറയാറില്ലേ, കല്ലേൽ പൊക്കുടൻ, ഇതിൽ കണ്ടൽ പൊക്കുടൻ എന്നും വിളിച്ചു. പ്രകൃതിയോടുള്ള സ്നേഹം കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിലൂടെ തെളിയിച്ച അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ടൽക്കാടുകൾക്കിടയിൽ എന്റെ ജീവിതം. യുനെസ്കോയുടെ പാരിസ്ഥിതിക പ്രവർത്തന വിഭാഗം കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിൽ അദ്ദേഹത്തിന്റെ പേര് എന്ത് ചെയ്തിട്ടുണ്ട്, പരാമർശിച്ചിട്ടുണ്ട്. യുനെസ്കോ ട്ടോ. കണ്ടൽക്കാടുകളെ കുറിച്ച് പഠിക്കാൻ ഒരു സ്കൂൾ എന്ന സ്വപ്നം ബാക്കി വെച്ചിട്ടാണ് അദ്ദേഹം യാത്രയായത്. അപ്പൊ 1937 to 2015 അദ്ദേഹത്തിന്റെ കാലഘട്ടം അത് പഠിക്കുക. അതേപോലെ കണ്ടൽക്കാടുകൾക്കിടയിൽ എന്റെ ജീവിതം അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. കല്ലേൽ പൊക്കുടൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഒന്നാമത്തെ ലെസൺ കംപ്ലീറ്റ് ആയി. 1 മണിക്കൂറായി അല്ലേ, 1 മണിക്കൂറായി. നന്നായിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, ഞാനത് എടുത്തിട്ട് തന്നിരിക്കുന്നത്, ഇരുന്ന് പാഠഭാഗം വായിച്ചിട്ടില്ല. ആ ഭാഗങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പമാണ്. അപ്പൊ എന്ത് ചെയ്യാം, ഓരോരോ ലെസണായിട്ട് നമുക്ക് ഇങ്ങനെ 3 ലെസണല്ലേ ഉള്ളൂ, 9ാം ക്ലാസ്സിൽ 3 ലെസണേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 7ലേക്ക് വരാം കേട്ടോ. 7ലേക്ക് ബയോളജി കഴിയട്ടെ. ബയോളജി ഫുള്ളും കഴിഞ്ഞിട്ട് ഏത് ചെയ്യുള്ളൂ, ഫിസിക്സും കെമിസ്ട്രി ഒക്കെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത് കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ട താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. നിങ്ങളുടെ കമന്റ് എന്ന് പറയുന്നത് വിലപ്പെട്ടതാണ്. നമുക്ക് ഇന്ത്യൻ പ്രസിഡന്റ് സൈൻ ചെയ്യില്ലേ, വിലപ്പെട്ടതല്ലേ. ബില്ലുകൾ പാസ്സാക്കണമെങ്കിൽ രാഷ്ട്രപതി സൈൻ ചെയ്യണ്ടേ, അതേപോലെയാണ് കേട്ടോ നിങ്ങളുടെ കമന്റ് എന്ന് പറയുന്നത്. ആ കമന്റിന് ഓരോ വാക്കുകൾക്കും അത്രത്തോളം മൂല്യമുണ്ട് ഓരോ യൂട്യൂബേഴ്സിനും. അപ്പൊ അത് മനസ്സിലാക്കണം. അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബെൽ ബട്ടൺ കൂടിയിട്ട് റൈറ്റ് കാണുന്നത് ഇനേബിൾ ചെയ്യണം. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ, നമ്മുടെ ഫാമിലി അല്ലേ ടെലിഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അതിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. 2ാമത്തെ ലെസൺ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു.